അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ശരിക്കും വികസനം എന്ന് ചോദിക്കേണ്ടി വരും. ഈ നാട്ടിലെ ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാടുകൾ മാറണം. അവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിന് ബോധ്യം വർത്താനത്തിൽ പോരാ, പ്രവൃത്തിയിൽ വരണം. അക്രമ രാഷ്ട്രീയം, അതിക്രൂരമായ റാഗിങ് ഭയന്ന് പഠിത്തം നിർത്തി നല്ല സമ്പദ്ശേഷിയുള്ള ബുദ്ധിയുള്ള ഒരു കുട്ടി ഇന്ന് വീട്ടിലുണ്ട്. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്യാമ്പസിൽ കയറാൻ ഭയമാണ്. ഇവിടെ തൊഴിലില്ലായ്മയില്ല, അത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ പത്രത്തിൽ ഫുട്ടേജ് പരസ്യം കൊടുത്തുണ്ടായില്ല. ഞാനത് വീണ്ടും എടുത്ത് പറയാൻ കാരണം ഇത് നമ്മുടെ നാട്ടിലൊരു പ്രധാന പ്രശ്നമാണ്. പല സ്ഥലങ്ങളിലും കളിസ്ഥലങ്ങളില്ല. ഏതെങ്കിലും ഒരു രോഗിയെ, ഒരു ക്രിട്ടിക്കൽ രോഗിയെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. കാരണം തിരുവല്ല ആക്കിയത് അവര് തന്നെ. നമ്മുടെ സംസ്ഥാനത്തിന്റെയും മധ്യതിരുവിതാംകൂറിന്റെയും ഏറ്റവും വലിയ ആത്മബലം വിദേശത്ത് അധ്വാനിക്കുന്ന നമ്മുടെ ആളുകളാണ്. ഒന്നില്ലത് അണ്ടർപാസ് ആയിട്ട് പോകാമായിരുന്നു, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ആയിട്ട് പോകാമായിരുന്നു. എന്തെങ്കിലും ഒരു വികസനം നടത്തിയെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതിനപ്പുറത്ത് സാർ ഈ തെരഞ്ഞെടുപ്പിൽ ചെന്നാൽ ഈ രാജ്യത്തിന് എന്ത് പ്രയോജനം? 70 ചെന്നാൽ സാർ ഈ രാഷ്ട്രീയ രംഗത്ത് വന്നാൽ ഈ നാടിന് എന്തോ പ്രയോജനം, ഞങ്ങൾക്ക് എന്തോ പ്രയോജനം? ഏറ്റവും അവസാനം ചോദിക്കുന്നത് വർത്തമാനകാലത്ത് സാറ് ഈ രംഗത്തൊക്കെ വന്ന അധികാരത്തിൽ എനിക്കെന്തോ. മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരള കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യങ്ങളിലൊന്നാണ് തിരുവല്ല നിയമസഭാ മണ്ഡലം. തിരുവല്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ഓരോ രാഷ്ട്രീയ ഹൃദയമിടിവും നേരിട്ട് അനുഭവിച്ച ഒരു പൊതുപ്രവർത്തകൻ, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം, കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ, പത്തനംതിട്ട ജില്ലയിൽ UDFന്റെ സമരമുഖങ്ങളിൽ എപ്പോഴും നിറസാന്നിധ്യമായ ഒരു നേതാവ്. ഇന്ന് നമ്മളോട് തുറന്നു സംസാരിക്കാൻ നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. സാർ നമസ്കാരം. ആദ്യം തന്നെ സാറിൻ്റെ ലൈഫ് ജേണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. സാറിൻ്റെ ആ ഒരു തുടക്കം അതൊന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. സാറിൻ്റെ സ്വദേശം എവിടെയാണ്, സാറ് പഠിച്ചത്, അതുപോലെ സാറിൻ്റെ രാഷ്ട്രീയത്തിലോട്ടുള്ള ആ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനമാണ്. ഓക്കെ, ഞാൻ ജനിച്ചത് തിരുവല്ലയിൽ തന്നെയാണ്. എൻ്റെ ഫാദറിൻ്റെ കുടുംബ വീട് തിരുവല്ല നിയോജകമണ്ഡലത്തിൽപ്പെട്ട പുറമറ്റത്ത് വട്ടക്കോട്ടയിലാണ്. പക്ഷെ ഫാദർ ഒരു വൈദികനാണ്. അന്നേരം എൻ്റെ ജനനസമയത്ത് കഴിഞ്ഞ് ആദ്യ കാലഘട്ടത്തിൽ ഫാദർ പട്ടക്കാരനായി വൈദികനായിരുന്നത് നീരേറ്റുപുറത്താണ്, തിരുവല്ലയ്ക്ക് അടുത്ത് തിരുവല്ല നിയോജകത്തിൻ്റെ ഭാഗമായി. അമ്മ തലവടി TMG സ്കൂളിലെ അധ്യാപിക. ഞങ്ങൾ 5 മക്കളാണ്. അന്നേരം അവരുടെ ഇടയിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. പിന്നീട് സ്കൂൾസ് ആരംഭിച്ചപ്പം 1ാം ക്ലാസ് തൊട്ട് തിരുവല്ല SES ഹൈസ്കൂളിലെ LP സ്കൂളിലാണ് വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുന്നത്. ഹൈസ്കൂൾ മുഴുവൻ തിരുവല്ല SES ഹൈസ്കൂളിലാണ്. അപ്പോഴത്തെ എൻ്റെ അമ്മ SES ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്നു. പിന്നീട് കോളേജ് തിരുവല്ല മർത്തോമ കോളേജിലാണ്. പ്രീ ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഡിഗ്രി മർത്തോമ കോളേജ് BA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ട് സ്വാഭാവികമായി LLBക്ക് പോകാനുള്ളൊരു ആഗ്രഹമാണ് നമുക്കുണ്ടായിരുന്നു. തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിലാണ് LLB കഴിഞ്ഞത്. ഞാനൊരു കൗതുകത്തിന് ചോദിക്കുവാണ്, ഈ കൂടുതലും രാഷ്ട്രീയക്കാർ ഈ അഡ്വക്കേറ്റ്സ് എന്നുള്ളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതങ്ങനെയല്ല, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വഴി ഒരു ഘട്ടമാകുമ്പോഴേ നമ്മൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. പലപ്പോഴും വീട്ടുകാരെ പ്രലോഭിപ്പിക്കും. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പിതാവ് ആയിക്കോട്ടെ, എൻ്റെ അമ്മ ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞില്ല. എന്താ നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ടാലൻ്റ് ഏതാ, അതിലേക്ക് വളർന്നു വരിക എന്നുള്ളത്. അല്ല, വളരെ ചെറുപ്പത്തിലെ സഭയുടെ സൺഡേ സ്കൂളിൽ ഉള്ള പഠനം, അഖില കേരള ബാലജന സഖ്യത്തിൽ ഞാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പ്രസംഗവേദിയിൽ ഒട്ടനവധി അവസരങ്ങൾ കിട്ടും. സ്വാഭാവികമായി അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിനോട് താല്പര്യം വരും. അന്നൊക്കെ നമ്മുടെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൻ്റെ കാലഘട്ടമാണ്. അന്ന് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ആയവരൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ വളർന്നു വന്നവരാം. സ്വാഭാവികമായി അതാണ് നമ്മുടെ ഒരു റോൾ മോഡൽ. പിന്നെ പിതാവ് ഒരു വൈദികനാകുമ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കൊരു ആകർഷത്വം ഉണ്ടാക്കും. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത് അതാണ് നമ്മളെ നയിക്കുന്നത്. അതിലേക്ക് എനിക്ക് അട്രാക്ഷൻ വന്നത് സഭയുടെ പ്രവർത്തനമൊപ്പം പൊളിറ്റിക്കലായിട്ടും കൂടി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സ്റ്റുഡൻറ്റ് വിങ്ങിൻ്റെ ഭാരവാഹിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്നത്. അത് കോളേജിലും നിയമവിദ്യാഭ്യാസത്തിലും തുടർന്നു. കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ അടുത്തൊരു നമ്മളെന്താണ് നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കാറുണ്ട്. ഒത്തിരി ഓപ്ഷൻസ് ഒന്നും അന്ന് നമ്മുടെ മനസ്സിലില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പം ഡിഗ്രി, ഈ മെഡിസിൻ, എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ദ്വാരം ആരംഭിച്ച കാലഘട്ടം. ഞാൻ മർത്തോമ കോളേജ് പ്രീ ഡിഗ്രി ആയിരുന്നു 82-ലാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ 80-70 പിള്ളേരോളം തേർഡ് ഗ്രൂപ്പിലുണ്ട്. ഒത്തിരി കുട്ടികളും സയൻസിലേക്കാണ് പോകുന്നത്. പക്ഷേ അതുപോലെ തന്നെ ആർട്സിനും വലിയ പ്രാധാന്യമുള്ളത്. പിന്നെ ആർട്സിലുള്ള ഓപ്ഷൻ ഒന്നിന് എക്കണോമിക്സ് എടുക്കുക, ഹിസ്റ്ററി എടുക്കുക, പൊളിറ്റിക്കൽ സയൻസ് എടുക്കുക. അതിലും സമർത്ഥന്മാരായ ആളുകൾ എക്കണോമിക്സ് നോക്കി പോകാറുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ജീവിത ലക്ഷ്യമുള്ള ആളുകൾ. എനിക്ക് അതിനകത്ത് രാഷ്ട്രീയ രംഗത്ത് കോളേജിലും സജീവമായി നിന്നുകൊണ്ട് BA പൊളിറ്റിക്കൽ സയൻസ് എടുക്കുക, പിന്നെ ലോയ്ക്ക് പോകുക എന്നുള്ള ഓപ്ഷൻ. ലോ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ ഒരു അധ്യാപക വൃത്തിയാണ്. നമ്മളെടുത്ത ഡിഗ്രി വെച്ച് നമുക്ക് ചെയ്യാൻ നിൽക്കുന്നത്, അല്ലെ മാസ്റ്റേഴ്സ് എടുത്ത് MA എടുത്ത് നമുക്ക് കോളേജ് അധ്യാപകയിലേക്ക് പോകാം. ഞാൻ നിയമവിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ കാരണം ഒന്ന് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ ലൈവായിട്ട് നിൽക്കുന്നു. പിന്നെ അഭിഭാഷകരായി വന്ന ഒത്തിരി പേര്
നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരായിരുന്നവർ. അന്നേരം സ്വാഭാവികമായി നമ്മൾ അഭിഭാഷക വൃത്തിയിലേക്ക് വന്നു. രാഷ്ട്രീയക്കാരെല്ലാം അഭിഭാഷകരായി പോകുന്നില്ല. ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം എടുത്തു നോക്കിയാൽ ഇപ്പോഴാണ് പല രംഗത്തെയും പ്രൊഫഷൻ്റെ ഒരു മൂല്യച്ച് ഇറോഷൻ വന്നത്. അന്ന് നമ്മൾ കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കളായി വന്നവരൊക്കെ അഭിഭാഷക വൃത്തിയാണ്. കോടതി ഉപേക്ഷിച്ചവർ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങി, ശാസ്ത്രജ്ഞന്മാർ അവരുടെ പരീക്ഷണശാല ഉപേക്ഷിച്ച് വരുന്നു, അതുപോലെ അധ്യാപകർ അവരുടെ ക്യാമ്പസുകൾ വിട്ടു വരുന്നു. അന്നേരം എപ്പോഴും ഇത് ഏറ്റവും ഔന്നിത്യമുള്ളൊരു പ്രൊഫഷനായിട്ടാണ് കണ്ടത്. അതാണ് എന്നെ ആകർഷിച്ചത്. രാഷ്ട്രീയമായി നമ്മൾ വന്നപ്പോൾ അതിന് നല്ലൊരു പാതയാണ് ഈ അഭിഭാഷക വൃത്തി. ഇത് പിന്നീട് മനസ്സിലായി. ഒത്തിരി ആളുകളുമായിട്ട് ഇടപെടാനും ഒത്തിരി പേര് നമ്മുടെ അടുക്കൽ ക്ലയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കേസ് നടത്തി വിജയിക്കുക മാത്രമല്ല, ഒത്തിരി സഹായത്തിന്, ഒത്തിരി ആവശ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഒക്കെ നമ്മൾ നിവാരണം നടത്തുന്നത് അഭിഭാഷകർക്കപ്പോൾ ഞാൻ പോലും പോയിട്ടുള്ള അങ്ങനെ അത് നമ്മളെ അതിലേക്ക് സ്വാഭാവികമായി നമ്മൾ ട്രാക്ക് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിൽ മുമ്പ് ചോദിച്ച പോലെ മൊത്തത്തിലെടുത്താൽ വളർന്നു വരുന്ന ഒട്ടനവധി യുവജന നേതാക്കളും വിദ്യാർത്ഥി നേതാക്കളും അഭിഭാഷക വൃത്തിയിലൂടെയാണ് കടന്നു വരുന്നത്. അതിനും ബേസിക് ഒരു കാരണമുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് നേരിട്ട് വരിക എന്നുള്ളത്. നമ്മൾ വിദേശ രാജ്യങ്ങളുടെ ഓരോന്നെടുത്ത ചില രാജ്യങ്ങളിൽ മിലിറ്ററി സർവീസിൽ നിന്നതിന് ശേഷം മാത്രമേ അവരുടെ രാജ്യത്തിൻ്റെ പരമോന്നത സമിതികളിൽ വരാൻ പറ്റത്തുള്ളൂ, മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കരിയർ ഉള്ളവർക്ക് മാത്രമേ പബ്ലിക്കിൽ ഒരു ആക്സെപ്റ്റൻസ് ഉള്ളൂ. രാഷ്ട്രീയം ഒരു തൊഴിലെന്ന് പറയുന്നതിനെ ആരും അങ്ങനെ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലല്ല. രാഷ്ട്രീയ ഒരു തൊഴിലാണോ? ഒരിക്കലും ഒരു തൊഴിലല്ല. രാഷ്ട്രീയം ഒരു സേവനമാണ്. ഒരു സംശയവും വേണ്ട. അത് പൊതുജന സേവനത്തിനുള്ള ഒരു ഉപാധിയാണ് രാഷ്ട്രീയം. നമുക്കൊരു തൊഴിൽ കൂടി നമ്മൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തെയും നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്നത്, അതാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷെങ്കിൽ തിരിച്ചൊരു കാഴ്ചപ്പാടാണ് പൊതുജനം ചിന്തിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കൊക്കെ എന്താ തൊഴിലെന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വക്കീൽ ഓഫീസ് ഇന്ന് ജനുവരി 26 അടച്ചിരിക്കുന്നത്. അല്ലാതെ ആഴ്ചയിലെ 5 പ്രവൃത്തി ദിവസങ്ങളിലും 6 പ്രവൃത്തി ദിവസം ഉള്ളപ്പോൾ 6 ദിവസം എൻ്റെ ഓഫീസ് തുറക്കുകയും എത്ര തിരക്കാണ് രാവിലെ ഓഫീസിൽ പോയി ഇന്നത്തെ എൻ്റെ പണി ചെയ്തിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം കുറച്ചുകൂടെ സജീവ രാഷ്ട്രീയമായപ്പം ചില ദിവസങ്ങൾ നമുക്ക് അതിരാവിലെ ചിലടത്ത് പോകണമെന്ന് മിസ് ചെയ്തു പോകും. അതുകൊണ്ട് ഒരു പ്രൊഫഷൻ വേണം. നമ്മുടെ കരിയർ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞ ഒരു ജീവനോപാധിയല്ല. ഏത് പ്രായത്തിൽ വേണേലും ഒരാൾക്ക് രാഷ്ട്രീയക്കാരനാകാം. പിന്നെ ഒരു സംശയം വേണ്ട. അതിന് പ്രായപരിധി ഒന്നുമില്ല. ഇപ്പം ഒരാൾക്ക് ചിലപ്പോൾ ഇപ്പോൾ വായിക്കുന്ന പത്രങ്ങളിൽ വെച്ചൊരു അഭിപ്രായങ്ങൾ വെച്ചൊക്കെ ഓരോരുത്തർ തീരുമാനിക്കാം ഇന്ന് മുതൽ ഞാനൊരു രാഷ്ട്രീയക്കാരനായേക്കാം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത പ്രശ്നമാണ്. ചുമ്മാ രാഷ്ട്രീയക്കാരൻ രാവിലെ ഒരു വെള്ളം എടുത്ത രാഷ്ട്രീയക്കാരനാവത്തില്ല. നമ്മളൊരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായിട്ട് മാറുക. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ആളുകൾ കടന്നു വരുന്നു, നമ്മുടെ വീട് അതുമായിട്ട് പാകപ്പെടണം, നമ്മുടെയൊക്കെ ഒരു ആവശ്യമായിട്ട് വരുന്നു, ചിലപ്പോൾ നമുക്ക് സഹായിക്കേണ്ടി വരും. നമ്മൾ ആർക്കും ഒന്നും കൊടുക്കത്തില്ല, വല്ലവരുടെ നിന്നും വാങ്ങിച്ചു കൊടുക്കുക. ഇന്നത്തെ കാലത്ത് അത് നടക്കത്തില്ല. അതായത് എന്ത് കാര്യമാണെങ്കിലും നമ്മളിൽ നിന്ന് വേണം ആരംഭിക്കാൻ. ഫോർ ചാരിറ്റി ചെയ്താൽ പോലും. പലരും ഞാനും ഞങ്ങളുടെ മുൻകാല പൊതുപ്രവർത്തന രംഗത്തൊക്കെ പറയും, എന്തെങ്കിലും നമ്മൾ പബ്ലിക്കിലെ ഒരു കളക്ഷൻ പോകുമ്പോൾ ആദ്യം നമ്മൾ എന്താ ഇട്ടതെന്ന് ചോദിക്കണം. അങ്ങനെ കാണിച്ചു തന്ന ഒരു തലമുറയുടെ ഭാഗമായിട്ടാണ് ഞാനൊക്കെ പൊതുപ്രവർത്തനത്തിൽ കടന്നു വരുന്നത്. ഒരു പിരിവിന് സമൂഹത്തിൽ ഞങ്ങളൊക്കെ തിരുവല്ലയിലൊക്കെ ഒട്ടനവധി സോഷ്യൽ ക്ലബ്ബുകളിലൊക്കെ അംഗങ്ങളായിരുന്നു. നമ്മൾ കയ്യിൽ 10 രൂപയിലും നമ്മൾ ഇടുക, 10 വരുമ്പോൾ 100 രൂപ, എന്നിട്ട് വേണം നമ്മൾ 1000 രൂപ കളക്ട് ചെയ്യാൻ പോയി. അന്നേരം നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രതിബദ്ധതയും ഉത്തരവാദിത്വം വേണം. അതാണ് ആ രംഗത്തെ എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ യുവജന രാഷ്ട്രീയത്തിന് സാർ എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ ഇപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവാക്കിയത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നമുക്ക് നേതൃത്വബോധമുള്ള, ദേശീയ വീക്ഷണമുള്ള, നല്ല സ്വഭാവശുദ്ധിയുള്ള നല്ല നേതൃത്വം ഉണ്ടായേനെ. ഇപ്പൊ സ്കൂൾ പൊളിറ്റിക്സ് ഓൾമോസ്റ്റ് നിന്ന് കഴിഞ്ഞു. ക്യാമ്പസ് രാഷ്ട്രീയത്തിന് ഒട്ടനവധി റെസ്ട്രിക്ഷൻസാണ്. മനസ്സിലായില്ലേ? ഒറ്റപ്പെട്ട ചില വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകൾ കൈയടക്കുന്നതല്ലാതെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ പോലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും എല്ലാ ക്യാമ്പസുകളിലും പ്രവർത്തിക്കാം എന്നുള്ള സ്വാതന്ത്ര്യമില്ല. രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തെ ചില മേഖലകൾ രാഷ്ട്രീയ കോളനിവൽക്കരിച്ചിരിക്കുക. ഇന്ന ജില്ലയിൽ അല്ലെങ്കിൽ ഇന്ന പ്രദേശങ്ങളിൽ ഇന്ന പാർട്ടിയെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, ഇന്ന മേഖല ഇന്നർക്ക് താമസിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിന്റെ വടക്കൻ ജില്ലകൾ. ഇപ്പൊ അതൊക്കെ മാറി. നമ്മൾ പറയുമ്പോൾ CPM പാർട്ടി ഗ്രാമങ്ങൾ, BJP ഗ്രാമങ്ങൾ, കോൺഗ്രസിന്റെ ആൾക്കൂട്ടം, ആ ഒരു കാഴ്ചപ്പാട് ഇപ്പം ക്യാമ്പസുകളിൽ വന്നിരിക്കുക. രണ്ടാമത്തെ പ്രശ്നം, ഞങ്ങളുടെയൊക്കെ കാലത്തെ ഏറ്റവും വലിയ ഹീറോസ് കോളേജുകളിൽ നല്ല രാഷ്ട്രീയക്കാരനാണ്, നല്ലവണ്ണം പ്രസംഗിക്കുന്ന ആളാണ്. മറ്റുള്ളവരോട് ഹീറോ ആകാനാണല്ലോ എപ്പോഴും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വ്യത്യസ്തനാകുക, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. പിന്നീടുള്ളത് കായിക രംഗം വരുന്നു. ഫുട്ബോൾ ഏത് കുട്ടിക്കും പരിശീലിക്കാൻ എളുപ്പമുള്ള ഒരു കായിക രംഗം വരുന്ന ഫുട്ബോൾ. അതുപോലെ തന്നെ അതിൽ സ്കൂളിലെ സ്പോർട്സ്, കോളേജിലെ സ്പോർട്സ്, ഇങ്ങനെയുള്ള മത്സരങ്ങൾ, ടൂർണമെന്റുകൾ, ഇതൊക്കെ നമ്മളെ ഭയങ്കര സ്വാധീനിച്ചിരുന്നു. ഇന്ന് ഈ സംഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വളരെ അപൂർവമായി. എന്നാൽ കുട്ടികൾ സ്പോർട്സിലും ക്രിക്കറ്റിലും ഒക്കെ വരുന്നുണ്ട്. അത് ഡെഡിക്കേറ്റ് ആയിട്ടുള്ളവർ ഇപ്പോൾ നമ്മൾ MBBS കോച്ചിങ് സെന്ററിൽ പോകുന്ന പോലെ ത്രൂ കോച്ചിങ് സെന്റർ. ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, എൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ പ്രസിഡന്റ്. ഞങ്ങൾക്കറിയാം ഒട്ടനവധി പേര് കോച്ചിങ് സെന്ററിലേക്ക് എത്താൻ വേണ്ടി നമ്മളോട് പോലും ശുപാർശ ചെയ്യാം. എന്നാൽ സ്കൂളിൽ പഠിച്ച് കളിച്ച്, സ്കൂൾ കളത്തിൽ കളിച്ച്, കോളേജിന്റെ ഗ്രൗണ്ടിൽ കളിച്ച് കയറി വരുന്നതിന് പകരം ഇതൊരു അക്കാഡമി പോലായി. 5ാം ക്ലാസ് തൊട്ട്
ഇവനെ ഇങ്ങനെ ക്രിക്കറ്റ് ആക്കാൻ ശ്രമിക്കുക, ഇവനെ ഫുട്ബോളറാക്കാൻ ശ്രമിക്കുക. സത്യം ഞാൻ പറഞ്ഞത്, എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഗൾഫിൽ നിന്നും ഭാര്യയും ഭർത്താവും ജോലി കളഞ്ഞ് മോനെ ക്രിക്കറ്റ് കയറ്റാൻ നാട്ടിൽ വന്ന് നിൽക്കുന്നത് എനിക്കറിയാം. എറണാകുളത്ത് വലിയ തുക കൊടുത്ത് അവർ പരിശീലിപ്പിക്കുക. അതല്ലായിരുന്നു സ്പോർട്സിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. ഇതിൻ്റെ വേറൊരു പ്രശ്നം, നമ്മുടെ ക്യാമ്പസുകൾ വലിയ സൗഹൃദത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നിപ്പം നമ്മുടെ നിർഭാഗ്യവശാൽ പല കൂട്ടുകാരും തന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് പോലും അവരുടെ സമുദായത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ. മറ്റു നമ്മൾ അങ്ങനെ അല്ല. നമ്മുടെ വീട്ടിൽ വരുന്നത് ഒരു സെയ്ദ് കാണും, ഒരു സുകുമാരൻ കാണും, ആ കൂട്ടത്തിൽ ഒരു തോമസും കാണും. അന്ന് എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ലൈഫായിരുന്നു സ്കൂളുകളും കോളേജുകളും ക്യാമ്പസുകളും. ഇന്ന് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് രാഷ്ട്രീയം ക്യാമ്പസുകളിൽ തന്നെ വേണം. ആ രാഷ്ട്രീയം ക്രിയാത്മകമായിരിക്കണം. ആ രാഷ്ട്രീയത്തിന് ഈ പറഞ്ഞ പോലെ ഒരു പിടിച്ചുകെട്ടും ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ശക്തി കൂടുതലുണ്ടെങ്കിൽ മറ്റാരും ആ ക്യാമ്പസിൽ കയറാൻ പാടില്ലെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ജനാധിപത്യമില്ല. അവർ തന്നെ തീരുമാനിക്കുക, നടപ്പിലാകും. ഇപ്പോൾ അതാണ് ആക്ച്വലി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യത്തകർച്ച. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ചില സംഘടനകളുടെ ആധിപത്യം മറ്റ് സംഘടനകൾക്കും വിദ്യാർത്ഥികളുടെ ചിന്താശക്തിക്ക് തന്നെ അവർ കടിഞ്ഞാനിടുക. കാരണം അവരൊരാളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ പഠിക്കുമ്പം 5 കക്ഷികൾ ചേർന്നൊരു മുന്നണിയാണ് ഞങ്ങളൊക്കെ. അത് മർത്തമ കോളേജ് ഉള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം. കാരണം അന്ന് KSU ഏറ്റവും വലിയ സംഘടന. KSUവിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ കേരള വിദ്യാർത്ഥി കോൺഗ്രസും വിദ്യാർത്ഥി ജനതയും SFI അടക്കമുള്ള 5 കക്ഷികൾ ഒന്നിച്ച തിരുവനന്തപുരം ലോ അക്കാഡമി ഞങ്ങൾ പഠിക്കാൻ ചെന്നപ്പം അവിടെ അവരുടെ കുത്തകയാണ്. അതിന് ഞങ്ങളോടൊപ്പം CPIയുടെ വിദ്യാർത്ഥി VD സതീശൻ എൻ്റെ നേരെ സീനിയർ ബാച്ച്, KC വേണുഗോപാൽ, ഞാൻ, ഷാനിമോൾ ഉസ്മാൻ, ശരചന്ദ്ര പ്രസാദ് ഗുർലാസ് നീ വിദ്യാർത്ഥി, KC വേണുഗോപാൽ എൻ്റെ സഹപാഠിയാണ്. അന്നൊക്കെ ഞങ്ങൾ ഇതിനെ പ്രതിരോധിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റ് സംഘടനകളെല്ലാം കൂടെ ചെന്ന് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. ഞങ്ങളുടെയൊക്കെ കാലത്ത് ആദ്യമായി തിരുവനന്തപുരം ലോ അക്കാഡമി ഇടതുപക്ഷ ആധിപത്യം പൊളിച്ച് തിരിച്ചൊരു UDF അനുകൂല വിദ്യാർത്ഥി സംഘടന വരുന്നത്. K. കരുണാകരൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എല്ലാം സംഘടിപ്പിക്കും. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു ചോയ്സ് ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക്. ഇന്ന് ക്യാമ്പസുകളിൽ ചോയ്സ് വളരെ കുറവാണ്. മിക്ക ക്യാമ്പസുകളിലും 1 or 2 പാർട്ടിയേ ഉള്ളൂ. അതിലധികം പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ആരെങ്കിലും ഒരു കുട്ടി കടന്നു വന്ന് നേതൃരംഗത്തേക്ക് വന്നാൽ ശാരീരികമായും മാനസികമായും ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ആളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുക. അക്രമ രാഷ്ട്രീയം. അതെ, അതും ഈ പറയുന്ന ഇതിന്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മേധാവിത്വം ഉള്ളൊരു ക്യാമ്പസിലെ പുതിയൊരു വിദ്യാർത്ഥി സംഘടന കയറി വന്നാൽ അവനെ ശാരീരികമായി തകർത്തുക. നമ്മൾ കണ്ടുവരുന്ന റാഗിങ്ങളുടെയും ഒക്കെ ഒരു സംഭവം എന്താ, ക്യാമ്പസിൽ അവർ പറഞ്ഞ് നടക്കലാകണം. അതിന് വ്യത്യസ്തമായി നടക്കും. എത്രയോ ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ച് ജീവിക്കുന്നു. നമ്മൾ ഒറ്റപ്പെട്ട ഒരു സിദ്ധാർത്ഥിന്റെ സംഭവം ഒക്കെ നമ്മൾ കേട്ടുള്ളൂ. എത്രയോ സിദ്ധാർത്ഥന്മാർ വീട്ടിൽ നിന്ന് കട്ടിലെ കിടക്കെ കിടക്കുന്നു ഭയന്ന്. എനിക്കറിയാവുന്ന ഒരു കുട്ടി പഠിക്കാൻ പോയിട്ട് ആ വീട്ടിലെ ഏക മകനാണ്. അവൻ പഠിത്തം നിർത്തി, വീട്ടിലാരോട് സംസാരിക്കത്തില്ല. ഇന്നുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ടോപ്പായിരുന്നു അന്നത്തെ കാലത്ത്. എൻ്റെ ജൂണിലായിട്ട് പഠിച്ച SC ഹൈസ്കൂളിലെ ടോപ്പർ കുട്ടിയാണ്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ കേരളത്തിന് പുറത്തൊരു കോളേജിൽ പോയിട്ട് അതിക്രൂരമായ റാഗിങ് ഭയന്ന് പഠിത്തം നിർത്തി നല്ല സാമ്പത്തിക ശേഷിയുള്ള ബുദ്ധിയുള്ളൊരു കുട്ടി ഇന്ന് വീട്ടിലുണ്ട്. ഇത്തരം ഒത്തിരി അനുഭവങ്ങളുണ്ട് പുറത്തു വരാത്തത്. അതെന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥി ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വികലമായ അതിൻ്റെ രക്തസാക്ഷികളാണ് ഞാൻ ഈ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. സാർ, അങ്ങനത്തെ സിനാരിയോസിൽ എവിടെയാണ് ഒരു കറക്ഷൻ വരേണ്ടത്? ഏറ്റവും കൂടുതൽ കറക്ഷൻ വരുമ്പോൾ നമ്മുടെ മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാണ് എൻ്റെ മക്കൾ വളരുന്നത്. നല്ല പരിശീലനത്തിൻ്റെ കളറി ഭവനങ്ങളായി മാറണം. അവൻ നേരെ ചെല്ലുന്നത് അവൻ്റെ ക്യാമ്പസിലേക്കാണ്. സ്വാഭാവികമായി അവൻ അതേ അവിടെ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം രൂപാന്തരപ്പെടേണ്ടത് നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ക്യാമ്പസുകളുമാണ്. അതിന് അധ്യാപകർക്ക് വലിയ റോളുണ്ട്. ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും ക്ലാസ്സിലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം, അവൻ എന്തെങ്കിലും പ്രശ്നം കാണും. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവൻ്റെ കുടുംബ പ്രശ്നം നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രോക്കൺ ഫാമിലി ആയിരിക്കും. അതിന് അവനെ കൂടി ഒന്ന് മാനേജ് ചെയ്ത്, വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂൾ കുട്ടികളുടെ കൗൺസിലിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൗൺസിലറെ വെച്ചു, മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി അവനോടത് പറയാം. അങ്ങനെയല്ല, ഓരോ കുട്ടിയും അസസ് ചെയ്യാനുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് വേണ്ടത്. എന്നാലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കുട്ടിയെ ഒറ്റപ്പെടുത്തുകയല്ല, അവൻ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താ, അവനായിരിക്കും ചിലപ്പോൾ ഈ വിദ്യാർത്ഥി സംഘങ്ങളെ അക്രമത്തിലൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് അതുവഴി അത് കറക്റ്റ് ചെയ്യപ്പെടാനേ പറ്റും. പിന്നെ വിദ്യാർത്ഥി സംഘങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മളൊരു ഏറ്റവും കൂടുതൽ കുഴപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ യൂണിയന്റെ മെയിൻ നേതാവാകാനാണ്. ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പും വിദ്യാർത്ഥി സംഘങ്ങൾ ചിലപ്പോൾ പിടിച്ചിരിക്കാതെ ഒക്കത്തുള്ളായിരിക്കും. ഒരു എക്സിനെയോ വയ്യോ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഒരു കോളേജ് ക്യാമ്പസ് മുമ്പോട്ട് കൊണ്ടുവന്നത്. അതിന് അവരും കറക്ഷന് തയ്യാറാവണം. സമൂഹത്തോടൊപ്പം നീങ്ങുന്ന, സമൂഹത്തിലെ കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരെ വേണം അവർ വാർത്തെടുക്കാൻ. കുഴപ്പക്കാരായ നേതാക്കന്മാരെ വാർത്തെടുത്തേച്ച അണികൾ നല്ലതാകാൻ പറ്റുമോ? ഇല്ല. അന്നേരം അവരുടെ ഒരു എന്താ പറയണ്ടേ, സമൂഹത്തിൽ അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളും അവരുടെ പ്രവർത്തനവുമാണ് മറ്റു വിദ്യാർത്ഥികളെ താഴോട്ടുള്ളവരെ ബാധിക്കുന്നത്. അത് കണ്ടാണ് വളരുന്നത്. എല്ലാത്തിൻ്റെയും ബേസ് വരുന്നത് ആദ്യം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. മലയാളത്തിൽ പറഞ്ഞ ഒരു മൂല്യബോധമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിക്ക് ഒരു മൂല്യബോധമുള്ള സമൂഹത്തിന്റെ ഭാഗമാകാൻ പറ്റും. എവിടെ മൂല്യത്തകർച്ച ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അവൻ്റെ റൂട്ടിൽ മോശമാണെങ്കിൽ കുഴപ്പമാണ്, ചെന്നെത്തുന്ന സമൂഹവും അതുപോലെ തന്നെ മൂല്യത്തകർച്ചയുള്ളതാണ് അതിൻ്റെ ഭാഗമായി തീരും. നമ്മളൊക്കെ കുട്ടികളെ വിടുന്ന പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല ആലുവ UC കോളേജിൽ പഠിക്കണം.
ട്രിവാൻഡ്രം മാറിവാൻസി പഠിക്കണം, SB കോളേജിൽ പഠിക്കണം. നമുക്കത് പഠിക്കാൻ പറ്റാത്ത പിന്നെ മർത്തോമ കോളേജിൽ പഠിക്കണം. എന്തിനാ ഈ കോളേജ് ക്യാമ്പസുകളെ കുറിച്ച് പറയുന്ന പേരെന്നാന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം MG കോളേജിൽ പഠിക്കണം എന്നൊക്കെ പറയുന്നതിന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥി നേതാക്കൾ, അതിന് യൂണിവേഴ്സിറ്റി കോളേജ്. ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇറങ്ങി വന്നത് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജാണ്. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്യാമ്പസിൽ കയറാൻ ഭയമാണ്. ശരിയല്ല, നിങ്ങൾ തന്നെ അന്വേഷിക്കുക. കഴിഞ്ഞൊരു 10 വർഷത്തെ അല്ലെങ്കിൽ 15 വർഷത്തെ തിരുവനന്തപുരം വിദ്യാർത്ഥി രാഷ്ട്രീയം എടുത്താൽ ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലെ വമ്പന്മാർ, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, അവിടുന്ന് ഇറങ്ങി വന്നവരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ അത് വന്ന് വെറും ക്യാമ്പസുകളുടെ എന്താ പറയണ്ടേ പാർട്ടി താവളങ്ങളായി മാറിയില്ലേ. അതുകൊണ്ട് മൂല്യബോധമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾ മൂല്യമുള്ളവരായി മാറും. എവിടെയാണ് നമ്മളെ മക്കൾ ഇടപെട്ട് വളരുന്നത് ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞാൽ മനസ്സിലായി. കുടുംബത്തിന്റെ ഒരു ശ്രദ്ധ എന്തായാലും കുടുംബത്തിന്റെ ശ്രദ്ധ വേണം. അവരിടപെടുന്ന കൂട്ടുകെട്ടുകൾ ഇപ്പം കൂട്ടുകെട്ടുകളൊക്കെ നമ്മുടെ ഒന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനൊക്കാത്ത പോലെയുള്ള വലിയ മയക്കുമരുന്നിന്റെയും മറ്റു സ്വാധീനങ്ങൾ നമ്മൾ പോലും അറിയുന്നില്ല. നമ്മുടെ കുട്ടികൾ എത്രയോ മാതാപിതാക്കളുമായിട്ട് ഞങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടി ഒരു വ്യത്യസ്ത സ്വഭാവമായിട്ട് തിരിച്ചു വരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും പറ്റിയതായിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫാഷൻ പയ്യൻ മൂഡ് ഓഫ് ആണത്, ഒന്നുമല്ല. അവൻ ഏതെങ്കിലും ഒരു ട്രാപ്പിൽ ചെന്ന് വീണ് കാണും. ഒരിക്കലൊന്ന് വീണാൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു ഗ്യാപ്പാണത് സ്കൂളിലെ പിള്ളേരുടെ എന്റർടൈൻമെന്റ്. നമ്മുടെയൊക്കെ സമയത്ത് 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കളിക്കുക, വേറെ തൊലിച്ച് ക്ലാസ് വന്നിരിക്കുക, സാറിന് അടിയും തരും. ഇപ്പോൾ ആ 10 മിനിറ്റ് ഉണ്ടേച്ചിറങ്ങുന്ന കുട്ടിയെ തന്നെ സീനിയേഴ്സോ മറ്റുള്ളവരോ സ്വാധീനിച്ച് പുറത്ത് കൊണ്ടുപോയി മയക്കുമരുന്ന് ആദ്യമായിട്ട് ഉപയോഗിപ്പിക്കുന്ന കഥ കേട്ടിട്ടുണ്ട്. ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെ അതിനകത്ത് വീഴുന്നവരുണ്ട്. ഒരിക്കൽ വീണ് പോയാൽ അവരുടെ ആ ഗ്യാങ്ങിൽ നിന്ന് പുറത്തു വരാൻ പ്രയാസം. അവൻ വീട്ടിൽ വരുമ്പോൾ നിശബ്ദനാകുന്നു. അവൻ അമ്മയെ അച്ഛനെ കാണുമ്പോൾ അവന് വലിയ മാനസിക ബുദ്ധിമുട്ട്, അവരോട് അനീതി കാണിക്കുന്നു, അല്ലെങ്കിൽ അവരോട് അവൻ കാണിക്കുന്ന തെറ്റായ പ്രവൃത്തി. പക്ഷെ അവനല്ല. ഇതിൻ്റെ തുടക്കം ഒരു ചെറിയ എല്ലാവരും ഉപയോഗിക്കും, നീ വന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് പിള്ളേരെ അതിലേക്ക് വഴുതി ഉയർത്തുന്ന. അത് വലിയ ജാഗ്രത അധ്യാപകരുടെ വേണം, മാതാപിതാക്കളുടെ വേണം. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒരു ഭാവഭേദം വന്നാൽ അവൻ എന്ത് സംഭവിച്ചു, അവനെ വഴക്ക് പറയല്ല വേണ്ടത്, അവനെ ഒന്ന് ഫോളോ ചെയ്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച് അവനോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. വിദ്യാർത്ഥികളിൽ അവർ ഇന്നത്തെ യുവതലമുറയുടെ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ മാതാപിതാക്കൾക്ക് പലപ്പോഴും കഴിയുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നതല്ല എൻ്റെ മകൻ ചിന്തിക്കുന്നത്. എന്നിട്ട് അത് വ്യത്യസ്തമാണെങ്കിൽ നമ്മളിലേക്ക് അവനെ ബലാത്കാരം കൊണ്ടുവരികയല്ല, അവൻ്റെ ചിന്താധാരയോടൊപ്പം യാത്ര ചെയ്ത് അവിടെ നമ്മളെ കറക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ സാർ, കുടുംബത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു സാധാരണ കുടുംബത്തിന്റെ ഒരു ജീവിത രീതി സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമ്മുടെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസ് സൊസൈറ്റിയായി കുടുംബം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ വലിയ പണമുള്ളവരുണ്ട്. അവരുടെ കുട്ടികളൊക്കെ കേരളത്തിൽ സാമാന്യ വിദ്യാഭ്യാസത്തിന്റെ ബേസ് വിദ്യാഭ്യാസം മാത്രമേ എടുക്കുന്നുള്ളൂ. അടുത്ത വിദ്യാഭ്യാസ ഘട്ടം അവർ ബാംഗ്ലൂരിലേക്കും പിന്നീട് ഇന്ത്യക്ക് വെളിയിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ്. ഇടത്തരക്കാരന് മറ്റു ഓപ്ഷൻസ് ഇല്ല. അവന് ഈ നാട്ടിൽ കിട്ടുന്ന വിദ്യാഭ്യാസവും അതിൻ്റെ ചുറ്റുപാട് നിൽക്കുന്നു. ഏറ്റവും സമൂഹത്തിൽ താഴേക്കിടയുള്ളവൻ അവൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. അതിൽ ചില സമർത്ഥന്മാരായ വിദ്യാർത്ഥികൾ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാത്തവർ +2 കൊണ്ട് തന്നെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുക. എന്നാൽ സമൂഹത്തിന് ഇതിന് വലിയ റോളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തിൽ ഏറ്റവും ഇല്ലാത്തവനെയും ഉള്ളവനോടൊപ്പം കൊണ്ടുവരേണ്ട റോളുണ്ട്. സമൂഹത്തിൻ്റെ മൊത്തം വിഭവം, ഒരു രാഷ്ട്രത്തിൻ്റെ മൊത്തം വിഭവം ഇപ്പം കൈകാര്യം ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജാണ്. ഞാൻ വിഭവം എന്ന് പറഞ്ഞ പണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളല്ല. ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ ഒരു 20% ഉള്ളൂ. ബാക്കി 80% ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. അന്നേരം രാജ്യത്തിൻ്റെ വിഭവം തുല്യമായി താഴോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തെ ഏത് പാവപ്പെട്ടവനും അനുഭവിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാവണം. അങ്ങനെ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ സമൂഹത്തിലുണ്ടെങ്കിലേ ഞാൻ മുമ്പ് പറഞ്ഞ ഈ പറഞ്ഞ അടുത്ത തലമുറയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അത് രാജ്യത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിലുള്ള മാറ്റം വരണം. ഇന്ന് നമ്മുടെ ദേശീയ രംഗത്തെ പല പോളിസികളും നമ്മൾ കണ്ടിരുന്നത് ഈ നാട്ടിലെ ധനാഢ്യന്മാരാകുക. 300 കോടി 400 കോടി വായ്പ എടുത്ത് രാജ്യം വിട്ടുപോകുന്നു. അല്ലെ രാജ്യത്തുള്ളവരായ കോർപ്പറേറ്റുകൾക്ക് ഈ പറയുന്ന ഒരു പണിഷ്മെന്റും ഇല്ല. സാധാരണക്കാരൻ ഒരു പാവപ്പെട്ട ഒരു ബിസിനസ് നടത്തി. ഈയിടെ എൻ്റെ ഒരു സുഹൃത്തിന് ബിസിനസ് ആയിരിക്കുക, നിപ്പിൽ അവൻ 80 ലക്ഷം രൂപ ഫൈൻ അടിച്ചു. ഒരു സാധാരണക്കാരൻ ഒരു കേറ്ററിംഗുകാരനാണ്. അവൻ്റെ GST ഉദ്യോഗസ്ഥന്മാർ അവൻ്റെ വീടും പരിസരവും എല്ലാം നോക്കിയിട്ട് അവരെ ആകെപ്പാടെ 10-15 പരിപാടി നടത്തുന്നതിന് കഴിഞ്ഞ 10 വർഷമായിട്ട് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അസസ്യ അടിക്കുക. അവൻ്റെ സ്ഥാപനം പൂട്ടി. ഒരു സ്റ്റുഡിയോക്കാരനെ എനിക്കറിയാം തിരുവല്ലയിൽ 5 കോടി രൂപയ്ക്ക് ഫൈൻ അടിച്ചിരിക്കുന്നത്. ഇവിടെ 150-200 കോടി കൊടുക്കാനുള്ള വമ്പന്മാരുടെ സർക്കാരിലേക്ക് കൊടുക്കാനുള്ള നികുതികൾ എഴുതി തള്ളുക. ഈ ഒരു സാമൂഹിക അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നത്. കൈപിടിച്ച് രക്ഷപ്പെട്ടു വരാൻ ശ്രമിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഒരു നാട്ടിലൊരുത്തം ബിസിനസ് തുടങ്ങുന്നത് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ സാഹസമാണ്. കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. സ്വന്തമായിട്ട് കെട്ടിടമുണ്ടോ, അവൻ കെട്ടിടം ഒരു വാടകയ്ക്ക് എടുക്കുന്നു, അവൻ്റെ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവൻ്റെ റിക്കറിങ് എക്സ്പെൻസ് കഴിഞ്ഞുള്ളതല്ലേ ലാഭം എന്ന് പറയുന്നത്. ആ ലാഭത്തിൽ അവൻ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി വരുമ്പോൾ രക്ഷപ്പെട്ട് വരുമ്പോഴാണ് ഈ അമിത നികുതി.
ഇന്ന് ഒരു രാജ്യം ഒരു എന്റർപ്രണറെ പ്രൊമോട്ട് ചെയ്യുക വേണ്ടത്. അതെ. ഇവിടെ പ്രൊമോഷന് പകരം അവൻ രക്ഷപ്പെട്ട് വരുമ്പോൾ അവൻ്റെ കടക്കൽ കത്തി വെക്കുക. അതെ. എന്നാൽ ഇതൊന്നും കോർപ്പറേറ്റുകൾക്ക് ബാധകമല്ല. അതെ. ഇന്ത്യയിലെ ആദ്യത്തെ 100 പണക്കാരുടെ സ്ഥിതി നിങ്ങൾ തന്നെ ഒന്ന് പഠിച്ചു നോക്കണം. അവർ നികുതിയെക്കുറിച്ച് ബുദ്ധിമുട്ടുന്നേ ഇല്ല, അവർ ഭാരപ്പെടുന്നേ ഇല്ല. അവർക്ക് LIC എന്നാണെങ്കിലും ശരി, ബാങ്കിങ് മേഖലാ സ്ഥാപനങ്ങളും ശരി, കോടികൾ കൊടുത്ത് കേന്ദ്ര സർക്കാരുകളും കാലാകാലങ്ങളിൽ എന്ന ഭരണ സംവിധാനവും അവരെ സഹായിക്കുക. നേരെ മറിച്ച് ഒരു ഇടത്തരക്കാരൻ ഒരു ഡിഗ്രി കഴിഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അവനൊരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. എന്ത് സഹായമായി ഗവൺമെൻറ് അവന് ചെയ്യുന്നത്? അവൻ എന്തെങ്കിലും അവൻ്റെ ഒരു പ്രോഡക്റ്റ്, അവൻ്റെ ഒരു ഗ്രൂപ്പായിട്ട്, എനിക്ക് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ചെറുപ്പക്കാരാണ്, ഒരു സോളാർ കമ്പനിയാണ്. ഞാൻ ആദ്യമായിട്ട് സോളാർ എടുത്ത് അവരുടെ ചെയ്യുന്ന, എനിക്ക് പറ്റുന്നൊന്നുമില്ല. എനിക്ക് അതൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഓഫർ എന്ന ഗ്രൂപ്പുകളുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഏജൻസി വന്നു. ഞാനതല്ല, 10 ചെറുപ്പക്കാർ തുടങ്ങി ഒരു ടീം ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു. സാറേ ഞങ്ങൾ ട്രിവാൻഡ്രം എഞ്ചിനീയർ, എനിക്കറിയാം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടി പഠിക്കണമെങ്കിലും ആദ്യം സമ്മർദ്ദന. അവർ 10 പേര് കൂടി സ്റ്റാർട്ടപ്പ് തുടങ്ങി, ഒരു കമ്പനി തുടങ്ങി. അവൻ്റെ നമ്മൾ 3 ലക്ഷം രൂപ നമ്മൾ 2020 ഇൻവെസ്റ്റ് ചെയ്തു. ചിലപ്പോൾ അതെനിക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കിട്ടും. പക്ഷെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അത്രയും ചെറുപ്പക്കാർ തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു ഇന്ന് സെൻട്രൽ ട്രാവൻകൂറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സോളാർ പ്ലാന്റ് താമസിക്കുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇതിനെ അതിജീവിച്ച് കുറേ ചെറുപ്പക്കാർ മുമ്പോട്ട് വരുന്നുണ്ട്, ഒരു കൂട്ടം വരുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഗവൺമെൻറ് വലിയ പ്രോത്സാഹനം കൊടുക്കണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരെ പഠിക്കുവാനും, പഠിച്ചവർക്ക് നാട്ടിൽ ജോലി കൊടുക്കാനും, ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നയം വേണം. ഗവൺമെൻറ് എപ്പോഴും കണ്ണു നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രമുഖരെയാണ്. അങ്ങനെ വമ്പൻ സ്രാവുകളെ മാത്രം സഹായിച്ചാൽ പോരായല്ലോ. സമൂഹത്തിന് മുമ്പ് പറഞ്ഞവരെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ താഴോട്ട് വരണം. അതാണ് ഇതിൻ്റെ. സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇവിടെ തൊഴിലില്ലായ്മയില്ല, പഠിച്ച വിഷയത്തിൽ തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. തൊഴിലില്ലായ്മ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിവിടെ ഒരുപാട് ഇപ്പം പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെലിവറി, സൊമാറ്റോ, സ്വിഗ്ഗി ഡെലിവറി നടത്തുന്ന ഓരോ ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല, ഗൾഫിൽ നിന്ന് വരെ ജോലി നിർത്തി നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡെയിലി വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്, അത് വെച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല തൊഴിലില്ലായ്മ ഉണ്ടെന്ന്. കാരണം എല്ലാവർക്കും ഒരു തൊഴിലുണ്ട് ഇവിടെ. പക്ഷേ പഠിച്ച വിഷയം തൊഴിലാക്കാൻ പറ്റുന്നുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട്. തൊഴിലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടേ മാറണം. ഞാൻ അമേരിക്കയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഞാനൊരു 6 തവണ അമേരിക്കയിൽ പോയിട്ടുള്ളതാണ്. വിദേശ രാജ്യം ഉടനെ പോയി എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്ന അവിടുത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് തൊഴിലെന്നുള്ളതല്ല, ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബാണ് ജോബ് എന്ന് പറയുന്നത്. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ചെന്ന് കഴിഞ്ഞാൽ ആ തൊഴിൽ ചെയ്ത് നമുക്കൊരു വരുമാനം വേണം. അവിടെ ഒരു കാർ വാഷ് ചെയ്യുന്നതിനും, ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ 2 പേര് കൂടി ഒരു കാർ വാഷിംഗ് തുടങ്ങിയാൽ അവിടെ ഒരു മോശപ്പെട്ട കാര്യമല്ല. ഇവിടെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്നതിന് ആ കാർ കഴിയുന്ന ഒരു ധാരണയാണ്. ഞാൻ പറഞ്ഞത് എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, ആ ജോലി നമ്മൾ ഏൺ ചെയ്യുക. ആഴ്ച അവസാനമാണ് അവിടെയൊക്കെ പേയ്മെന്റ് കൊടുക്കുന്നത്. കാരണം ജോലിയെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാട് മാറണം. നമുക്ക് അധ്വാനിക്കാൻ, നമുക്ക് ഒരു ഏജിൽ ചിലപ്പം ചില ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു ഘട്ടം ലൈഫിൽ അവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നാലും നമുക്കൊരു 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ചെയ്യാൻ പറ്റുന്ന ജോലി ഒരു പക്ഷേ 40 വയസ്സ് വരെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. തൊഴിലിനെ കുറിച്ചുള്ള യുവാക്കളുടെ കാഴ്ചപ്പാട് മാറണം. എടുക്കുന്ന തൊഴിലിൽ 100% ആത്മാർത്ഥതയോടെ നിന്ന്, ഇപ്പം നമുക്കൊരാൾ തൊഴിൽ തന്നാൽ അവൻ്റെ സ്ഥാപനം രക്ഷപ്പെടണ്ടായോ? നമ്മൾ രാവിലെ 10 മണിക്ക് വന്നു വെച്ചാൽ 5 മണിക്ക് പോകാൻ നിന്നാൽ പറ്റത്തില്ലല്ലോ. അതിന് അധ്വാനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ കുറച്ചൊരു ഡെഡിക്കേഷൻ നമ്മുടെ തലമുറയ്ക്ക് വേണം. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം. അവരെ മനസ്സ് പഠിപ്പിക്കാതെ ഇന്നാലെങ്കിൽ തന്നെ വലിയ കാര്യം. ഇപ്പം തന്നെ ഒരു ഓഫീസിൽ ചെന്നു, നമ്മൾ മുമ്പ് പറഞ്ഞു വന്നപ്പം മുനിസിപ്പാലിറ്റി ചെന്നു, അവിടെ ചെന്ന് ലൈസൻസ് എടുക്കാൻ ചെന്നു. ഇതെങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ഗവേഷണം നടത്തുന്നതിന് പകരം പീപ്പിൾ ഫ്രണ്ട്ലി ആയി ആളുകളോട് ഇത് എൻ്റെയും കൂടെ സ്ഥാപനമാണ്. ഇപ്പോൾ ഈ ഓൺലൈൻ സംവിധാനം വന്നപ്പോൾ ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. പക്ഷേ ആ ഓൺലൈൻ സംവിധാനം ഓൺലൈനിൽ കൂടെ അപേക്ഷിച്ചാലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ അവിടെ തന്നെ പോവുക, ആ പോയിന്റ് ചെല്ലുക. അതിന് അവിടെയൊക്കെ നമ്മൾ കണ്ടുവരേണ്ടത് നമുക്ക് നമ്മുടേതാണ് ഗവൺമെൻറ്. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതാണ്, ജനങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള വേദികളായി ഇത് മാറണം. ജനസേവനത്തിലുള്ള വേദികളായി നമ്മുടെ സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും മാറണം. അത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ ഫുൾ പേജ് പരസ്യം കൊടുത്തോണ്ടായില്ല, മനസ്സിലായില്ലേ? പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്ഥാപനങ്ങൾ വരാനായിട്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ മന്ത്രിമാരും ഒക്കെ ഇപ്പം എന്ത് കുഴപ്പം പറ്റിയാലും ഉടനെ പറഞ്ഞൊരു വാക്കാ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗവേണൻസിന്റെ ഭാഗമല്ലേ? ഞാൻ ഇദ്ദേഹമാണ് ഈ സ്ഥാപനത്തിനുടമെങ്കിൽ ഈ ഇവിടുത്തെ ഏറ്റവും താഴെ സ്വീപ്പറായ ആളിന്റെ വരെയുള്ള ജോലിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടും അവൻ്റെ വെൽഫെയറിനെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാവണം. എന്ന് പറയുന്ന പോലെ സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. സെക്രട്ടേറിയറ്റ് തുടങ്ങി ഈ നാട്ടിലെ ഏറ്റവും ചാതാപ്പോട്ടം പോകുന്നത് വില്ലേജ് ഓഫീസിലാണ്. സെക്രട്ടേറിയറ്റ് വരുന്ന വൻകിട ഫയലുകളായിരിക്കാം, വില്ലേജ് ഓഫീസിൽ വരുന്ന ഒരു പാവപ്പെട്ടവൻ്റെ ജീവിത പ്രശ്നമായിരിക്കാം. നമ്മളെപ്പോഴും
ജനങ്ങളുടെ മുമ്പിൽ പറയും പാവപ്പെട്ടവന്റെ ജീവിതമാണ് ഓരോ ഫയലുകളിലും കുടുങ്ങിക്കിടക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്നത് പറഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞ് പോവുകയല്ല വേണ്ടത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവുക. തീർച്ചയായും അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ റോളുണ്ട്. അതെ. ഇപ്പോൾ ഒട്ടനവധി നമ്മുടെ ഓഫീസിൽ ചെറുപ്പക്കാരെ ഇപ്പം തിരുവല്ലയിലെ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ താലൂക്ക് ഓഫീസിൽ ചെന്നാൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല. പക്ഷേ ആ മാറ്റങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ജനോപകാരപ്രദമാണ്. പിന്നെ നമ്മളെ സമീപിക്കുന്ന ആളുകളെല്ലാം ഒരേ വിദ്യാഭ്യാസമുള്ളവരും ഒരേ സാമൂഹിക കാഴ്ചപ്പാടിൽ വരുന്നവരുമല്ല. പലരും പല ഹോട്ട് ടെമ്പേർഡ്. അപ്പം ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ആണെങ്കിലും നമ്മളൊരു അത്യാവശ്യം ചെല്ലുമ്പോൾ നമ്മൾ ആ അത്യാവശ്യത്തിൻ്റെ അവസ്ഥയല്ല നമ്മൾ ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം വളരെ തണുപ്പോടെ അവിടെ ഇരിക്കുക. നമുക്കിത് 11 മണിക്ക് കിട്ടി, 12 മണിക്ക് സാധനം ഫാക്സ് ചെയ്തിൽ നമ്മുടെ മകന് 1 മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. പുള്ളിയുടെ വെച്ചിട്ട് പൊക്കോ നാളെ വരാനായിരിക്കും പറയുന്നത്. അതൊരു ആ ഉദ്യോഗസ്ഥൻ ഇയാളെന്ന് കേൾക്കാൻ തയ്യാറാകുക. അല്ലെ എല്ലായിടത്തും ഉണ്ട് എക്സ്പ്രസ്. നമ്മളിപ്പം എയർപോർട്ടുകളിൽ പോയാൽ പോലും ഉണ്ട് ചില ഇമിഗ്രേഷൻ എക്സ്പ്രസ്. നമ്മൾ അതിവേഗം പോകണ്ട, അതിനെന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ കാണണം. നമുക്കൊരു എല്ലാ ഫയലുകളും 5 ദിവസം കഴിഞ്ഞ് തരത്തുള്ളൂ, ഒരു സർട്ടിഫിക്കറ്റ് 3 ദിവസം കഴിഞ്ഞ് വരരുത്. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു കുട്ടിയുടെ ജോലിയുടെ പ്രശ്നമായിരിക്കും, അവൻ്റെ ഒരു ഭാവിയുടെ പ്രശ്നമായിരിക്കും. അന്നേരം ആ രംഗത്ത് ഗവൺമെൻറ്റിൽ തന്നെ ഈ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാവണം. ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ഇടപെടണം. വരുന്ന ആളുകളോട് ഇച്ചിരി മാന്യമായും സൗഹൃദപരമായും സംസാരിച്ച് അവൻ്റെ പ്രശ്നത്തോടൊപ്പം നിൽക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവണം. ആളുകളുടെ കാഴ്ചപ്പാട് മാറണം. നമ്മളതും കൂടെ പറഞ്ഞ കാര്യമില്ല. പണ്ട് എന്നോട് രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, അവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ചോദ്യം, സാർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ഈ രാജ്യത്തിന് എന്ത് പ്രയോജനമെന്ന് ചോദിക്കും. ആ കാലഘട്ടം മാറി. അത് 1960കളിൽ വന്ന രാഷ്ട്രീയം. 70ൽ ചെന്നാൽ സാർ ഈ രാഷ്ട്രീയ രംഗത്ത് വന്നാൽ ഈ നാടിന് എന്തോ പ്രയോജനം ചോദിക്കും. അന്ന് രാജ്യത്തിൻ്റെയാ, മൊത്തം രാജ്യമാകെ നമ്മളെ കുറിച്ച് നോക്കുന്നത്. നാടിന് എന്താ പറയുക. അത് കഴിച്ച് സാറ് തീർച്ചയുണ്ട് ഞങ്ങൾക്ക് എന്തോ പ്രയോജനം. ഏറ്റവും അവസാനം ചോദിക്കുന്ന ചോദ്യം വർത്തമാന കാലത്ത്, സാറ് ഈ രംഗത്തൊക്കെ വന്ന് അധികാരത്തിൽ നിന്നാൽ എനിക്കെന്തോ പ്രയോജനം. അന്നേരം ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറി. രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നൊരു തോന്നലായിരുന്നു ആദ്യ നേതാക്കന്മാർക്ക്. പിന്നെ അവൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ്, പിന്നെ അവൻ്റെ ചുറ്റുവട്ടുള്ള നാടിന് വേണ്ടിയാണ്. എനിക്കെന്തോ പ്രയോജനം. ജനങ്ങളുടെ കാഴ്ചപ്പാടിനും മാറ്റം ഉണ്ടാവണം. ഇതിനെല്ലാം ബേസ് ജനങ്ങളോട് സഹകരിച്ചിട്ടുള്ളൂ. ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനൊക്കെ ജനങ്ങളുടെ ഭാഗമാണ്. ഉദ്യോഗസ്ഥന്മാരായിട്ട് ആരും ജനിക്കുന്നില്ല. അതുകൊണ്ട് അത് രണ്ടും കൂടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു നല്ല കോമ്പിനേഷൻ ഉണ്ടാവണം. കാഴ്ചപ്പാട് ഉണ്ടാവണം, പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഉണ്ടാവണം. വികസനം സാധ്യമായി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ശരിക്കും വികസനം എന്ന് ചോദിക്കേണ്ടി വരും. ശരിക്കും അങ്ങയുടെ കാഴ്ചപ്പാടിൽ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വലിയ വലിയ കെട്ടിടങ്ങളും വീടുകളും റോഡുകളും മാത്രമല്ല, ഓരോ വീടുകളിലേക്കും വികസനം എത്തണം എന്നുള്ളതാണ് സാധാരണക്കാരനായ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, അങ്ങയുടെ കാഴ്ചപ്പാടിൽ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം നമ്മൾ വികസിച്ചിട്ടുണ്ട്? വികസനം മുമ്പ് പറഞ്ഞ പോലെ വികസനം എന്ന വാക്കിനെ ഒറ്റയടിക്ക് കാണുമ്പോൾ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. തിരുവല്ല വികസനമുണ്ട്, അവിടെ തിരുവല്ല വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയ ഷോപ്പിംഗ് മോളുകളുണ്ട്. ഒരു വികസനം എന്ന് പറയുന്നത് നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ, ഏറ്റവും താഴെ കിടക്കുന്നവൻ, അവൻ്റെ ഉന്നമനമാണ് ഒരു നാടിൻ്റെ വികസനം. മലയാളത്തിൽ പറഞ്ഞാൽ അവനൊരു 3 നേരത്തെ ആഹാരത്തിന് വക കൊടുക്കുക, അവനൊന്ന് കിടന്നുറങ്ങാൻ ഒരു പാർപ്പിടം, അവൻ്റെ ഒരു മിനിമം ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു വികസനത്തിൻ്റെ ബേസ്. പിന്നീട് ആ വികസനത്തെ നമ്മൾ അടുത്ത കാഴ്ചപ്പാട് ഘട്ടമാണ് അവൻ ജീവിച്ചു വരുന്ന നാടിനുണ്ടാകുന്ന വികസനം. ആ നാടിനുണ്ടാകുന്ന വികസനവും അവൻ്റെ വികസനത്തോടൊപ്പം തന്നെ വളരുകയാണ്, നാട് വളരുകയാണ്. ഇവിടെ ഇപ്പം വരുന്നത് എന്തെങ്കിലും ഒരു സ്ഥാപനം കൊണ്ടുവന്ന് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് വികസനം. വികസനത്തെക്കുറിച്ചുള്ള വികലമായ ഒരു കാഴ്ചപ്പാടാണ് ഈ കാലഘട്ടത്തിലുള്ളത്. മുമ്പ് പറഞ്ഞ പോലെ വികസനം സമൂഹത്തിൽ ഏറ്റവും താഴെ കിടക്കുന്നവൻ്റെ ജീവിത നിലവാരം ഉയർത്തി അവനെയും നമ്മളോടൊപ്പം ആക്കുക, അതിനെ അവനെയും കൈപിടിച്ച് ഉയർത്തുന്നതായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ വികസനം. അതിനുവേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരസാലം ഇങ്ങോട്ട് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതികൾ. നമ്മുടെ രാജ്യം വൈവിധ്യമായ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ വൈവിധ്യമാണ്. അതിൽ ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ പ്ലാനും പദ്ധതികളും തയ്യാറാക്കാനും ആ പദ്ധതികൾക്കൊക്കെ കേന്ദ്ര സഹായം ലഭ്യമാകുവാനും കൃഷി അധിഷ്ഠിതമായ സ്ഥലങ്ങളുണ്ട്. അവിടെ കൃഷിക്ക് ബേസായിട്ട് വേണ്ടത് ഭൂമിയുണ്ട്, നമുക്ക് ജലസേചനമാണ് വേണ്ടത്. ജലസേചനവും കൃഷിയുള്ള സ്ഥലത്ത്, ഭൂമിയുള്ള സ്ഥലത്ത് പിന്നെ വേണ്ടത് കൃഷി ഇറക്കാനുള്ള ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ നമ്മുടെ നാട് ഒരു കാർഷികാധിഷ്ഠിതമായിരുന്ന ഒട്ടനവധി പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ കൃഷി ഉപേക്ഷിച്ച് പോവുക. അതിന് വേണ്ട ഒരു സൗകര്യങ്ങളും കൊടുക്കുന്നത്. പിന്നുള്ളത് വ്യവസായമാണ്. വ്യവസായം വരുന്ന സ്ഥലങ്ങളിൽ ആ വ്യവസായം മാത്രമേ ഉള്ളൂ. ആ വ്യവസായത്തിന് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം ഒത്തിരിയൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനെ ഒപ്പം നിർത്തുന്ന ഒരു വികസനമാണ് സമൂഹത്തിൻ്റെ യഥാർത്ഥ വികസനം. ആളുകളുടെ ജീവിതത്തിലും നിലവാരത്തിലും വർധനവുണ്ടാവണം. നാട് വികസിച്ചിട്ട് കാര്യമില്ല, അവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം കൂടിയാണല്ലോ. അവൻ്റെ ആരോഗ്യം ഒരു പ്രശ്നമല്ലേ, അവന് വിദ്യാഭ്യാസം വേണ്ടേ, അവൻ്റെ കുടുംബത്തെ പരിപാലിക്കാനുള്ള പണം വേണ്ടേ. അങ്ങനെ ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴേ ഒരു വികസനം അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തുള്ളൂ. ഓക്കെ, അപ്പം ജനങ്ങളും അതിലൊരു പങ്കാളികളാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ടാവുന്ന വളർച്ചയാണ് അവൻ്റെ വളർച്ചയാണ് ഒരു നാടിൻ്റെ പുരോഗതി. അതെ, ഭരണം നന്നാകണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വളരെ അനിവാര്യമാണ്. ജനം വളരെ കോഷ്യസ് ആയ ഒരു സമൂഹത്തിൽ ഒരിക്കലും ഒരു ഭരണകർത്താവിനെ തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളത് ശരിയാണ്.
രാജ്യത്തെ ഏറ്റവും കറക്റ്റീവായ ഫോഴ്സ് ജനങ്ങൾ തന്നെ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ, ഈ നാട്ടിലെ കോടതികൾ. അവരാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ചാലക ശക്തികൾ. അത് ജനം ഒരു കാര്യം നമ്മളിപ്പോൾ ഇപ്പം അത് വ്യത്യസ്തമായി നമ്മളെ ടി വിയിലെ ചാനലുകളാണ്, അവിടെ നടക്കുന്ന ചർച്ചകൾ, അവിടെ വരുന്ന ആശയങ്ങൾ ഒക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ സമൂഹത്തിലൊരു തെറ്റ്, ഒരു സിസ്റ്റം അല്ലെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു തെറ്റിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവയെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ളത് അത് ജനങ്ങളത് നോക്കിക്കാണുന്നു. ഇത് ജനങ്ങൾക്ക് ഇതിനോട് എതിരാണ് എന്ന് കണ്ടാൽ ഏത് ഭരണകർത്താവും തിരുത്താൻ തയ്യാറാവും. തിരുത്തിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരെ തിരുത്തിക്കും. അന്നേരം മറ്റു സ്വാധീനങ്ങൾ ജനങ്ങളുടെ മേൽ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം. കഴിക്കാൻ ആഹാരമില്ലാത്തവൻ അവൻ അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവന് വിഷയമല്ല. ഞാൻ തുറന്നു പറയാം, അവന്റെ പ്രശ്നം അവൻ കഴിക്കാൻ ഒരു കിറ്റ് കിട്ടുക എന്നുള്ളത്. 10 കിലോ അരിയും സാധനം അവന്റെ വീട്ടിൽ കിട്ടുമ്പോൾ അവനെ സംബന്ധിച്ചുള്ള മറ്റു സംസ്ഥാനത്ത് നടക്കുന്നതൊന്നും പക്ഷേ അവൻ ചിന്തിച്ച് കാണത്തില്ല. വിശക്കുന്ന വയറിന്റെ മുമ്പിൽ ഈശ്വരന് പോലും അപ്പത്തിന്റെ രൂപത്തിൽ ഇറങ്ങി ചെല്ലാൻ കഴിയത്തുള്ളൂ എന്നുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുക. അതെ, സാറ് ജന്മസ്ഥലം തിരുവല്ല ആയതുകൊണ്ടും നമ്മളിപ്പോൾ തിരുവല്ല ഇരിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് അല്പം തിരുവല്ലയുടെ ഒരു വികസനത്തിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. എന്തൊക്കെ വികസനങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് തിരുവല്ലയിൽ ഇനിയും വരേണ്ടെന്ന് സാറ് കരുതുന്നത്? കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ വിലയിരുത്തിയാൽ തൃശ്ശൂരിനോടൊപ്പം, അല്ലെ തൃശ്ശൂർ കഴിഞ്ഞാൽ കോട്ടയം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാണ് തിരുവല്ല. അതുപോലെ തന്നെയാണ് സാംസ്കാരിക രംഗത്തും ഒട്ടനവധി സാംസ്കാരിക പ്രതിഭകൾ, കലാരംഗത്തുള്ളവർ, കായിക രംഗത്തുള്ളവർ, അങ്ങനെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ഇവരൊക്കെ വളർന്ന് ഇവരുടെയൊക്കെ ജന്മസ്ഥലം എന്നുള്ളതിൽ തിരുവല്ല അത്തരത്തിലുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ആ തിരുവല്ലയുടെ ഒരു പഴയ പ്രതാപം എന്ന് പറയുന്നത് നിലനിർത്താൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ കഴിയുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. ഒരു കാലഘട്ടത്തിൽ തിരുവല്ലയിൽ വന്നെത്തിയ സ്ഥാപനങ്ങൾ, ഉദാഹരണം റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഒരു പുരോഗതി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മൊബിലിറ്റിയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം. കണക്ടിവിറ്റിയാണ്. എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് മൂവ് ചെയ്യാനുള്ള സൗകര്യം. നമ്മളെന്തിനാ തിരുവിതാംകൂർ ഒരു വിമാനത്താവളം വേണം, വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തിരുവല്ല വരെ നല്ല സമയത്ത് യാത്ര, വെളുപ്പാങ്കാലത്ത് യാത്ര ചെയ്യാൻ തന്നെ 2.5 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ 4 മണിക്കൂർ. തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകാനും ഈ പറഞ്ഞാൽ 3 തൊട്ട് 3.5 മണിക്കൂർ. അന്നേരം ഒരു രാജ്യത്തെ ജനങ്ങളുടെ മൊബിലിറ്റിയാണ് ഒരു നാടിൻ്റെ ഒരു വികസനത്തിൻ്റെതും ആളുകളുടെ ഒരു ആക്സസിബിലിറ്റിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നോക്കും തിരുവല്ലയ്ക്ക് ആ പ്രാധാന്യത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിരുവല്ലയുടെ പ്രാധാന്യം ഒത്തിരി മങ്ങലേൽപ്പിച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുവല്ലയുടെ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യകാലത്ത് വ്യവസായമായിരുന്നു നമ്മൾ കണ്ടത്. കൃഷിയാണ് തിരുവല്ലയുടെ അപ്പർ കുട്ടനാട് മേഖലയിലെ കൃഷിയായിരുന്നു നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയ വരുമാനം. തിരുവല്ലയുടെ കിഴക്കൻ പ്രദേശത്ത് പോയ റബ്ബർ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള നാണ്യവിളകളും, നമ്മുടെ അപ്പർ കുട്ടനാട് മേഖലയിൽ ചെന്നാൽ ഈ പറഞ്ഞ പോലെ നാളികേരവും അതുപോലെ തന്നെ നെൽകൃഷിയുമായിരുന്നു. ഇപ്പം കൃഷിഭൂമി ഉപേക്ഷിച്ച് കർഷകർ പോവുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർക്കൊരു സഹായം നൽകുവാനോ അവരെ ഒന്ന് കൈപിടിച്ചുയർത്തുവാനോ ഒരു ഭരണ സംവിധാനം ശ്രമിക്കുന്നില്ല. അവർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് കൃഷി ഇറക്കുന്നത്. ഈ കൃഷി ഇറക്കുന്ന വിളവ് അരി വിറ്റ് അല്ലെ നെല്ല് വിറ്റെങ്കിൽ മാത്രമേ അവർക്ക് ബാങ്കിൽ തുക അടയ്ക്കാൻ കഴിയുള്ളൂ. ഇപ്പം ഇത് സംഭരണത്തിൻ്റെ കാലഘട്ടമാണ്. സർക്കാർ ഏജൻസികളാണ് സംഭരിക്കുന്നത്. 1 വർഷവും 2 വർഷവുമായി സംഭരിച്ച പണം കിട്ടത്തില്ല. ഇവൻ ബാങ്കിൽ നിന്ന് ഇവന്റെ ഉൽപ്പന്നത്തിന് ലോൺ എടുത്തു കഴിഞ്ഞു, കർഷകർ ആത്മഹത്യപ്പെടുന്നു. പാവപ്പെട്ടവന്റെ സ്ഥിതി ഞാൻ ഈ പറഞ്ഞത്. പണക്കാരും കൃഷിക്ക് പോകുന്നില്ല, അവന്റെ ഭൂമി അവൻ നേരെ പാവപ്പെട്ടവന് പാട്ടത്തിന് കൊടുക്കുക. അതിന് കർഷകർ കൃഷിഭൂമി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒറ്റപ്പെട്ടവർ മാത്രമേ ഇത് നിൽക്കുന്നുള്ളൂ. അത് തിരുവല്ലയുടെ വികസനത്തെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ പമ്പ ഷുഗർ ഫാക്ടറി, തിരുവല്ലയിൽ നമ്മൾ പറയുന്നത് പഞ്ചസാര ഫാക്ടറി. ഒരു കാലഘട്ടത്തിൽ ആ മേഖലകളിൽ ഞാൻ കരിമ്പ് കൃഷിയായിരുന്നു. കടപ്പുറ, നിരണം, നെടുമ്പറം, പാണ്ടനാട്, ചെങ്ങന്നൂർ മേഖലകളിലെ കരിമ്പാണ് അവിടെ പഞ്ചസാരയായി ഉത്പാദിപ്പിക്കപ്പെടുന്നത്. പഞ്ചസാര ഫാക്ടറി പോയിട്ട് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം 10 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്നാന്ന് ചോദിച്ചാൽ അതവിടെ ബിവറേജസിന്റെ ഗോഡൗണാണ്. ഈ നാട്ടിൽ കള്ള എവിടുന്നെങ്കിലും വിദേശ മദ്യം കൊണ്ടുവന്ന് അവിടെ തന്നെയും ഒരു വിദേശ മദ്യത്തിന്റെ ബ്രാൻഡുണ്ട്, ജവാൻ റമ്മ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു വലിയ വ്യവസായ രംഗം. 100 ഏക്കറിനകത്ത് അടുത്ത ഭൂമി ഇന്നും വിജനമായി കിടക്കുകയാണ്. അതുപോലെ തന്നെ തിരുവല്ലയിലെ മറ്റു വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു ട്രാക്കോ കേബിൾ ഫാക്ടറി. ഞാൻ നടക്കുന്നത് ശിശിരന മുൻ MLA PC കുറ്റപ്പുര. ആ കേബിളിൻ്റെ ഒക്കെ നിർമ്മാണം നടക്കുമ്പോൾ ഇന്ന് നമുക്ക് വിദേശത്തുനിന്ന് പോലും ഓർഡർ കിട്ടുന്ന സംഭവമായിരുന്നു. അതിനെ പരിപോഷിപ്പിക്കാനോ വ്യവസായശാലകളെ നിലനിർത്താനോ ഒരു നടപടിയും സ്വീകരിച്ചത് മാത്രമല്ല, പാവപ്പെട്ട തൊഴിലാളികൾ കഴിഞ്ഞ ഓണത്തിന് അവിടെ പട്ടിണി സമരം നടത്തുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഉദ്യോഗസ്ഥന്മാരെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു, ഉള്ളവർക്ക് ശമ്പളമില്ല, ജീവൻ മാർഗമില്ലാതെ സ്വയം പിരിഞ്ഞു പൊക്കാളോളം മട്ടി പറയാം. അതിന് 2 വ്യവസായശാലകളാണ് തിരുവല്ലയിലുണ്ടായിരുന്നത്. പിന്നുള്ളത് പാമല എസ്റ്റേറ്റ്. പാമല എന്ന് പറയുന്ന റബ്ബർ എസ്റ്റേറ്റിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ പാർക്കായി നമ്മൾ രൂപാന്തരപ്പെടുത്തി. എന്നാൽ അതിനെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ഒരു വ്യവസായ സ്ഥാപനം പാമല എസ്റ്റേറ്റിലുള്ളതായിട്ട് എനിക്കറിയില്ല. പലതും അടച്ചിട്ടിരിക്കുന്ന പോലെയാണ്. എടുത്തവും പോലും അടച്ചു. എൻ്റെ ഒരു വിദേശ മലയാളി, പുള്ളി ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ്
പുള്ളി വിദേശ അമേരിക്കയിലേക്ക് പോലും ഗൾഫിൽ നിന്ന് കയറ്റി വിടുക. പുള്ളി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മസ്ഥലം എന്നുള്ള നിലയിൽ അതേ ഒരു 10,000-15,000 സ്ക്വയർ ഫീറ്റ് എടുത്ത് ഒരു ഭയങ്കര യാർഡും ഒരു 10-50 പേർക്ക് തൊഴിലും കിട്ടും എന്ന് പറഞ്ഞു. ഈ സാധനങ്ങളൊക്കെ നമ്മൾ പല ഫോട്ടോ ഫ്രെയിംസ് അതുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഉൽപ്പന്നങ്ങളെല്ലാം വെളിയിൽ നിന്ന് വരുന്നവരാ, ചൈനയിൽ നിന്നുള്ളവരാ. പല ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പോയാൽ നോക്കിക്കോണം, അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും ചൈന നിർമ്മിതമാണ്. ഇത് ചൈനയിൽ നിന്ന് എൻ്റെ റോ മെറ്റീരിയൽ വാങ്ങിച്ച് ഇവിടെ ഇത് അസംബിൾ ചെയ്യുക. അദ്ദേഹം തുടങ്ങി 1 വർഷം പോലും നടത്താൻ പറ്റിയില്ല. കാരണം പാമല നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ നിന്ന് ഈ സാധനം ഈ വൈദ്യുതിയുടെ പ്രശ്നം വന്നു, ഓരോരോ ഇഷ്യൂസ് വന്നപ്പോൾ പുള്ളിക്ക് ഇത് മുമ്പോട്ട് നടത്താനൊക്കെ സ്ഥിതി വന്നു. അതുപോലെ അവിടുത്തെ ലേബർ ഒരു ഇഷ്യൂ ആണ്. നമ്മളതിനെ കുഴപ്പം പറയുന്നത്, നമ്മുടെ നാട്ടിൽ താഴേക്കിടെയുള്ള ലേബർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ബംഗാളിയെയും പണ്ട് തമിഴിനെയും നമ്മൾ ആശ്രയിച്ചു. വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ഒരു കാലഘട്ടം 20 വർഷം മുമ്പ് പറഞ്ഞിരുന്ന എടാ തമിഴിനുണ്ട്, അവനാണ് പശുവിനെ വളർത്തുന്നത്, പാല് കറക്കുന്നത്. ഇപ്പം അത് ബംഗാളിയിലേക്ക് മാറിയിരിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം നമ്മുടെ ആളുകളുടെ സേവനം വേണ്ട മേഖലകളുണ്ട്. അവിടെ ആ തൊഴിൽ ചെയ്യുന്ന ആളിനെ കിട്ടാതെ വന്നു. പല കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം അടച്ചുപൂട്ടി. ഒരു 50 പേരുമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് പൊട്ടിക്കിടക്കാണ്. അന്നേരം ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ തുടങ്ങേണ്ട സംഭവം എന്ന് പറഞ്ഞ പോലും പ്രൊമോട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ IT മേഖലയിൽ പോയൊരു സ്ഥലമാണ് ഈ മധുരതാംകുറും തിരുവല്ലായി. ഒരു IT പാർക്ക്. ഞാൻ ചോദിക്കുന്നത്, പുളിക്കീഴെ പമ്പാ റിവർ ഫാക്ടറിയുടെ ഏക്കർ കണക്കിന് ഭൂമി ഒരു IT പാർക്കിന് സംവിധാനം കൊടുത്തിരുന്നെങ്കിൽ എന്ത് പുരോഗതി നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ എന്ന് ട്രെയിൻ കയറിയാലോ 50,000-60,000 രൂപയ്ക്കൊക്കെ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുക. ഒരു ഫ്ലാറ്റ് എടുക്കണേ 20,000 രൂപ മേളിൽ വേണം. അവന് ജീവിക്കണമെങ്കിൽ ഒരു 20,000 രൂപ വേണം. 10,000-15,000 രൂപ പോലും മിച്ചം വെക്കാൻ കഴിയുന്നില്ല. ഒരു കുടുംബം വേണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട്. അന്നേരം അവൻ്റെ അധ്വാനത്തിന്, അവൻ പഠിച്ചു വന്ന വിഷയത്തിൽ ഒരു തൊഴിലിന് സാധ്യത ഉണ്ടായിട്ട് പോലും തിരുവല്ലായിൽ അതിനൊരു കാഴ്ചപ്പാട് കഴിഞ്ഞ നടത്തിയത് ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പോർട്സിന് പേര് കേട്ട സ്ഥലമായിരുന്നു തിരുവല്ല. ഗോളിപ്പാപ്പനെ പോലെ ഫുട്ബോൾ രംഗത്താണെങ്കിലും മറ്റേത് രംഗത്താണെങ്കിലും അധികായകന്മാരുണ്ടായിരുന്നു. ഒരു കളിസ്ഥലം. ശരീരനായ PC തോമസ് മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്ത പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് പുഷ്പഗിരി സഭ, മലങ്കര കത്തോലിക്ക സഭ ദാനമായി കൊടുത്ത സ്ഥലം ഉൾപ്പെടെയാണ് തിരുവല്ലയിലെ ആ പബ്ലിക് സ്റ്റേഡിയം നൽകുന്നത്. അതിന്റെ ദയനീയമായ കാഴ്ച എന്താ? ഒരു കൊട്ട മണ്ണ് പോലും സംസ്ഥാന സർക്കാർ വിട്ടത് ഞങ്ങൾക്കറിയില്ല. അന്ന് പണം മുടക്കി ഉണ്ടാക്കിയ ഗാലറി പിന്നീട് മുനിസിപ്പാലിറ്റി അവിടെ ഒരു പവലിനെ ഉണ്ടാക്കിയതല്ലാതെ അതിന് യാതൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ, ഒറ്റപ്പെട്ട റോഡുകൾ. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് റോഡുകളുടെ നവീകരണം കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായത്. അതിന്റെ തുടർച്ചയോളം കുറെ റോഡ് വർക്കുകൾ നമ്മുടെ പ്രധാനപ്പെട്ട മേഖലയിൽ നടന്നിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നടിഞ്ഞ് കിടക്കുക, യാത്ര ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയിൽ കിടക്കുകയാണ്. അതിന് റോഡുകളുടെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിലാണെങ്കിലും ശരി, നമ്മൾ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഒരു ജാഗ്രതയും ഭരണരംഗത്തുള്ളവർ കാണിക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിൽ എന്ത് കൊണ്ടുവരണമെന്ന് നമുക്കൊരു ബോധ്യം വേണ്ടായോ? നമ്മുടെ നാട്ടിൽ കേവലം നമ്മൾ തിരഞ്ഞെടുപ്പിന് നിൽക്കുക, ജയിക്കുക, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ് അടുത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്ന് ജയിക്കുക എന്നുള്ളതല്ല വേണ്ടേ. ജയിപ്പിച്ച് വിട്ട ജനങ്ങളോടൊരു പ്രതിബദ്ധത വേണം. തീർച്ചയായും. ഇവിടുത്തെ പ്രശ്നമല്ല, അമേരിക്കയുടെ ഒക്കെ പ്രശ്നം എന്താ? അമേരിക്കയിൽ നമ്മളൊരു കാൻഡിഡേറ്റ് ആവണമെങ്കിൽ തന്നെ നമ്മുടെ അജണ്ട എന്താണെന്ന് നമ്മുടെ പാർട്ടിയിലെ കാൻഡിഡേറ്റ്ഷിപ്പിന് തന്നെ നമ്മളുടെ മുമ്പിൽ വെക്കുക. അവിടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആകുന്നതിന് വേണ്ടി തന്നെ ക്യാമ്പയിനാണ്. എന്തുകൊണ്ടാണ്? ഇവൻ ഈ നാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ പാർട്ടി ലേബർ പാർട്ടി അല്ലെങ്കിൽ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്നാരെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ സ്ഥാനാർത്ഥിയാകുന്നതിന് ആ പാർട്ടിയിലെ 2-3 പേര് ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. അന്നേരം കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ, അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പോലും കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ അങ്ങനെയല്ല. അന്നേരത്തെ ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തട്ടിക്കൂട്ട രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കി അതിൽ ജയിച്ചു പറ്റുക എന്നുള്ളതല്ല. അതിനോടൊന്നും ഒരു നീതി പുലർത്താൻ ഒരു ശ്രമവും ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയത്തിലെ വലിയൊരു മൂല്യച്യുതിയുടെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം അത്. കാരണം ജനങ്ങളുടെ അല്ലേ പ്രതിബദ്ധത ഉണ്ടാവേണ്ടത്. അടുത്ത പിറ്റേ വർഷവും എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഉണ്ടാവും നോക്കി നിൽക്കുക ജയിച്ചു പോകാൻ. അതല്ല വേണ്ടത്. നമ്മുടെ നാട്ടിൽ ഏത് ജനപ്രതിനിധി വന്നാലും ഒരു ബാലൻസ് ഷീറ്റ്, നിങ്ങളുടെ ബാക്കി പത്രം 10 റോഡ് ടാറിട്ടതല്ല ഇവിടുത്തെ വിഷയം. അല്ലാതെ ഈ നാടിന് വേണ്ടി ഈ നാട്ടിലെ 100 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയോ? എൻ്റെ ചോദ്യം അതാണ്. സർക്കാരിൻ്റെ മുതൽ മുടക്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നം. തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ല 2 മെഡിക്കൽ കോളേജുകളുണ്ട്. ആ 2 മെഡിക്കൽ കോളേജിലെ 100 കണക്കിന് ബെഡ് പലപ്പോഴും അവരുടെ MBBS-ഉം MD-യും ഉള്ള കോളേജുകളിലൊക്കെ ഇത്ര ശതമാനം ബെഡുകൾ സമൂഹത്തിൽ താഴെക്കിടയുള്ളവർക്ക് ആ റേറ്റിൽ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് കുറെ പാവപ്പെട്ടവർ കൂടെ ചികിത്സ കിട്ടുന്നുണ്ട്. തിരിച്ച് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു രോഗിയെ, ഒരു ക്രിട്ടിക്കൽ രോഗിയെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ശേഷം കേരളപ്പിറവിയോട് അപ്പം ആരംഭിച്ചൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ ഇത്? ഇവിടെ പാവപ്പെട്ടവർ ഇവിടെ പോകും. ഞങ്ങളൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പറഞ്ഞു വിടുക. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി അറിയാമോ? ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പാവപ്പെട്ട എന്നോടൊപ്പം നിന്ന് തൊഴിൽ ചെയ്യുന്ന ഒരു പാവപ്പെട്ടവന്റെ ബന്ധുവിനെ പറഞ്ഞു വിട്ടു. അവൻ അവിടെ ചെന്ന് വിളിക്കുക,
ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സ്റ്റെന്റ് ഉൾപ്പെടെ ഇന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. മുഴുവൻ സാധനം വാങ്ങിച്ചു കൊടുക്കുക. അന്നേരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് ഇപ്പോൾ 1.25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചെലവ് വന്നു അദ്ദേഹത്തിന്. 25,000 രൂപ സാധനം തന്നെ വാങ്ങിച്ചു കൊടുത്തു. 1.25 ലക്ഷം രൂപ കൊടുത്താൽ പുഷ്പേരി മെഡിക്കൽ കോളേജോ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജോ ഈ സർജറി നടക്കും. ഒരു 50,000 വ്യത്യാസമേ ഉള്ളൂ. ജീവന്റെ കാര്യത്തിലും ഗ്യാരണ്ടി ഉണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളായാലും ശരി, മന്ത്രിമാരാണെങ്കിലും ശരി, ഒരാൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുക നമ്മൾ കാണുന്നില്ലല്ലോ. അതിന് ആദ്യം ഉണ്ട്. ഒരു ഭരണകർത്താവ് അവന്റെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കും. സാർ, അതെന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ തന്നെ, ഞാനങ്ങനെ കുറ്റപ്പെടുത്തി പറയാൻ വേണ്ടി പറയല്ല, എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരു എക്സ്റേ എടുക്കണേ പോലും നമ്മൾ പുറത്ത് പോയി ചെയ്യണം. അവർ പുറത്തോട്ട് കുറിപ്പ് തരിക. പുറത്താൽ ആ സ്ഥാപനത്തിൽ തന്നെ പോയി എടുക്കാനാണ് പറയുന്നത്. ഇവിടെ എക്സ്റേക്ക് ആണെങ്കിൽ ശരി, ഡയാലിസിസിനാണെങ്കിൽ ശരി, എക്യുപ്മെന്റ്സ് എല്ലാം സംവിധാനം. ഞാൻ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഓർക്കുക, അമേരിക്കയിലുള്ള എൻ്റെ ഫ്രണ്ട് ലവ് യുവർ നെയ്ബർ ഫൗണ്ടേഷൻ എന്ന് പറയും, എൻ്റെ അടുത്ത സുഹൃത്ത്, ഒരു ഏവിയേഷൻ ബിസിനസ്സാണ്. പുള്ളി ഈ സമയത്ത് ഞങ്ങളൊക്കെ വിളിച്ചു. നമ്മുടെ നാട്ടിലുള്ള ശ്വാസം മുട്ടി മരിക്കുന്നു, വെന്റിലേറ്റർ ഇല്ല, ഒരു മരണം, ഒരു ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ ഉള്ളൊരു ജീവൻ നിലനിർത്താൻ ശ്രമിക്കണ്ടേ. അദ്ദേഹം കോഴഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ നാടുമായി ബന്ധപ്പെട്ട 5-8 സ്ഥലങ്ങളിൽ അദ്ദേഹം വെന്റിലേറ്റർ സംഭാവന ചെയ്തു. പിന്നീട് വന്നപ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ ആർക്കും ഡൊണേഷൻ കൊടുക്കാനൊക്കത്തില്ല, ഈ കൺസേൺഡ് കമ്പനിക്കേ കൊടുക്കാനൊക്കത്തുള്ളൂ. അതായത് നമ്മളൊരു ചാരിറ്റി സംഘടന നടത്തുമ്പോൾ ഒരു ചാരിറ്റി സംഘടനയ്ക്ക് വേറൊരു ചാരിറ്റി സംഘടനയ്ക്കോ ഒരു ഏജൻസിക്കോ പണം സംഭാവന ചെയ്യാൻ ഒക്കത്തില്ല. ഇദ്ദേഹം ഇവിടെ പ്രസ്ഥാനം നടത്തുക, ഇദ്ദേഹത്തിന് വേണ്ട ഡയാലിസിസ് മെഷീനാണ്. അദ്ദേഹത്തിന്റെ കമ്പനി ഡയറക്റ്റ് ഡയാലിസിസ് മെഷീൻ കമ്പനിക്ക് DD അയക്കും. ഇത് ഈ ഇടനിലക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. ഒരു 5 വെന്റിലേറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി ഈ പരിപാടി നിർത്തി. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പുള്ളിക്ക് കത്തി തന്നിരിക്കുകയാണ്, നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഏതാ എക്യുപ്മെന്റാണ് വേണം, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അന്നേരം വിദേശ പണം സ്വീകരിച്ച് എത്തിക്കാൻ പറ്റുന്ന മിഷണറിക്ക് പൈസ കൊടുക്കാനൊക്കെ തുടങ്ങും. എല്ലാ കമ്പനികൾക്കും ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിക്കാൻ റൈറ്റ് ഇല്ല. ഞാൻ പറഞ്ഞ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഡയാലിസിസ് മെഷീന് പണം സ്വീകരിക്കാനുള്ള പെർമിറ്റ് ഉണ്ട്. അതിന് അദ്ദേഹം ഡയാലിസിസ് മെഷീൻ നമ്മൾ ചോദിച്ചാൽ തരുന്നത് ആ കമ്പനിയിലേക്ക് പണം അയക്കുക. ഇവിടുത്തെ നടത്തിപ്പുകാർക്ക് വേണ്ടത് അവന് വേണ്ടപ്പെട്ട വേറൊരു കമ്പനിക്കായിരിക്കും. അവന് ചിലപ്പോൾ 20% അതിനകത്ത് എന്തെങ്കിലും ഒരു ലാഭം കണ്ടുകൂടായില്ല. അങ്ങനെ ആളുകളുടെ മനം പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ല, 100 കണക്കിന് ആളുകൾ മരിച്ചതാണ് കോവിഡ് കാലത്ത്. അന്ന് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലല്ലേ നമ്മളെ സഹായിച്ചത്. എത്രയോ പേര് ഞങ്ങളുടെ ജീവന് വേണ്ടി അവിടെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. രാത്രിയിൽ ഞാൻ പറയും, ഈ ദേശം ഉറങ്ങുമ്പം ഉറങ്ങാതെ ലൈറ്റ് വെളിച്ചം കാണിച്ച് കത്തിച്ചിരുന്നവരാണ് തിരുവല്ലയിലെ 2 മെഡിക്കൽ കോളേജുകൾ. സ്ഥലമില്ല, കാഷ്വാലിറ്റി ഇപ്പോൾ സ്ഥലമില്ല. കോവിഡ് എന്ന് പറയാൻ നമ്മുടെ വീട്ടിലുള്ളവർ മാറ്റി നിർത്ത ഒരു ഘട്ടമാണ്. നമ്മുടെ ലോകവും രാജ്യവും കണ്ട ഏറ്റവും വലിയ കഷ്ടതയുടെ കാലഘട്ടമാണ്. അതിനുശേഷമെങ്കിലും ഒരുപാട് ടാറ്റ പോലും കേരളത്തിലെ കാസർഗോഡ് അടക്കമുള്ള ജില്ലയിൽ വലിയ ഹോസ്പിറ്റൽ മുമ്പോട്ട് വന്നു. ഇപ്പം പൊളിച്ചുകൊണ്ട് പോയി, നടത്താൻ സമ്മതിക്കത്തില്ല. ഈ നാട്ടിലെ ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാടുകൾ മാറണം. അവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ബോധ്യം വർത്താനത്തിൽ പോരാ, പ്രവൃത്തിയിൽ വരണം. ഞാൻ മുമ്പ് പറഞ്ഞു വന്നത് തിരുവല്ലയുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ ബാക്കിയാണ് പറഞ്ഞു വന്നത്. തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ തിരുവല്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണം. അതിന് ഗവൺമെന്റ് പണമില്ല, കറക്റ്റാണ്, ഞാനും സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, സ്വാതന്ത്ര്യ സമര കാലഘട്ടം അല്ലെങ്കിൽ കേരള പിറവിക്ക് ശേഷം ഉമ്മൻചാണ്ടി അവസാനം മുഖ്യമന്ത്രി ആയതുമല്ല, കേരളത്തിന്റെ പൊതുകടം 1 ലക്ഷം കോടി രൂപയായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിക്കുക. കേവലം 10 വർഷം കൊണ്ട് 4 ലക്ഷം കോടി രൂപ കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ എത്ര ഇരട്ടിയാണ്. ഈ പണങ്ങളെല്ലാം നമ്മൾ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ വയ്യാത്ത രീതിയിൽ പോവുകയാണ്. അത് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്, മലയാളത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള പൊതുസ്ഥാപനങ്ങളെ സഹായിക്കാൻ നിവൃത്തിയില്ല. അന്നേരം തിരുവല്ല പോലെ പൊട്ടൻഷ്യലുള്ള സ്ഥലത്തെ ഒരു ജനപ്രതിനിധി എന്താ ചെയ്യേണ്ടത്? ഇത്രയധികം വിദേശ മലയാളികളുള്ള സ്ഥലങ്ങളില്ല. വിദേശ മലയാളികൾ ഉണ്ടെന്ന് മാത്രമല്ല, ഇത്ര സഹായിക്കാൻ മനസ്സുള്ള വിദേശ മലയാളികളുടെ കൂട്ടം തിരുവല്ല പോലെയൊന്നുമില്ല. ഞാനടക്കം ഈ നാട്ടിലെ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഞങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന തിരുവല്ല അസോസിയേഷനുകളാണ്. അമേരിക്കയിൽ ചെന്നാൽ, UK ചെന്നാൽ, ഓസ്ട്രേലിയയിൽ ചെന്നാൽ, ഗൾഫ് രാജ്യങ്ങളിൽ മുക്കിന് ഇപ്പം നമ്മളങ്ങോട്ട് UAE ചെന്നാൽ ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്, റാസൽ കൈമയിലുണ്ട്, ഷാർജയിലുണ്ട്. തിരുവല്ലക്കാരുടെ പിള്ളേർ ഒന്നും വിടുക. ജീവിക്കാൻ വേണ്ടി ഓടിപ്പോയി കൊച്ചി ചെറുപ്പക്കാർ തൊട്ട് വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അവരുടെയൊക്കെ മുതൽ മുടക്കിന് അവർ തയ്യാറാണ്. അവരുടെയൊക്കെ CSR നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവർക്കൊക്കെ എല്ലാ കമ്പനികളും ഇന്ന് CSR കൊടുക്കുന്നതാണ്. അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി അവർ മാറ്റിവെക്കപ്പെട്ട തുക സ്വന്തം നാട്ടിൽ ഭംഗിയായി ഒരു കാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ബ്ലോക്കല്ല, ഇവിടെ ഒരു കാർഡിയോളജി യൂണിറ്റ് തന്നെ അവർ തുറന്നു കൊടുക്കും. ഒരേ സമയം 10-15 സർജറി നടത്താൻ സംവിധാനമുള്ള വലിയ സർജറി വാർഡുകൾ തുറന്നു കൊടുക്കും. ഇതിനു വേണ്ടി ഒന്നും ഒരു ശ്രമം നടത്തുന്നില്ല. നമ്മൾ അധ്വാനിക്കാതെ ഫലം കൊയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും ഈ നാട്ടിലുള്ളവർ അവർക്ക് വിശ്വാസം ഉണ്ടാക്കണം. കഴിഞ്ഞ ആഴ്ച തിരുവല്ല ഡെവലപ്മെന്റ് കോൺക്ലേവ് എന്നൊരു പ്രോഗ്രാം ഞങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ തിരുവല്ല YMCA നടത്തി. തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണെയും കൗൺസിലർമാരെ മാത്രം വെച്ച് ഞങ്ങൾ SM വിജയാനന്ദനെ വിളിച്ച്, തിരുവല്ലയിലെ ആദ്യത്തെ സബ് കളക്ടർ. SM വിജയാനന്ദ് പറയായിരുന്നു, തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ പണം അന്വേഷിച്ച് എങ്ങും പോകണ്ട, തിരുവല്ലയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു,
തിരുവല്ലക്കാരായ മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ മലയാളികളുടെ സഹകരണം വേണം. അത് അവർക്കൂടെ അവരെപ്പോഴും CSR നടക്കുമ്പോൾ നോക്കുന്നത് ഏത് ഏജൻസിയാണ് ഇത് ചെലവഴിക്കുന്നത്, അവർ മുടക്കുന്ന പൈസയ്ക്ക് ഒരു ഉത്തരവാദിത്വം വേണ്ടായോ. അന്നേരം നല്ല ഒരു കൺസോർഷ്യത്തെ നമ്മളത് ഏൽപ്പിക്കണം, ലാഭമല്ല നോക്കിയല്ല, ഇത് നടത്തി ഭംഗിയായി തരിക. ആ ഒരു വിശ്വാസം ഏൽപ്പിച്ചാൽ ഈ നാടിൻ്റെ ആവശ്യത്തിനുള്ള പണം മുടക്കാൻ ഈ നാട്ടിൽ ജനങ്ങളോട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നമുക്കൊരു കാഴ്ചപ്പാടും നമ്മുടെ ഒരു ഹാർഡ് വർക്കും അതിൻ്റെ പുറകിൽ വേണം. ഇത് ചാനലൈസ് ചെയ്യാനുള്ള റൂട്ട് വേണം, നല്ലൊരു ഏജൻസി ഇതൊക്കെ പൂർത്തീകരിക്കാൻ വേണം. നമ്മുടെ സർക്കാരിൻ്റെ സിസ്റ്റത്തിലേക്ക് ഈ പണം അതിലൂടെ അയക്കാൻ പറഞ്ഞാൽ ഈ പണം അവിടെ കിടക്കും, ഈ പണിയുന്ന കോൺട്രാക്ടർക്ക് പണവും കൊടുക്കത്തില്ല, അവന് ഇട്ടേച്ചും പോകും. അന്നേരം ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ പൊതുജനങ്ങളെ നന്മയെ ലക്ഷ്യമാക്കി കമ്പനികൾ ആരെങ്കിലും പണം മുടക്കാൻ വ്യക്തികളോ തയ്യാറായാൽ അവർക്കൂടെ വിശ്വാസമുള്ള രീതിയിൽ വിനിയോഗിക്കണം. അങ്ങനെ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റാം. പാവപ്പെട്ടവൻ്റെ എല്ലാ അത്യാവശ്യ ചികിത്സാ കാര്യങ്ങളെല്ലാം തിരുവല്ലയിൽ നിറവേറാം. നിങ്ങളവിടെ അവിടുത്തെ ലേബർ റൂമിൽ ചെന്ന് നോക്കണം, എന്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്ക് ആരെങ്കിലും ഉണ്ട്, അത്യാവശ്യം പറഞ്ഞാൽ ചെല്ലുമ്പോഴേ കുഞ്ഞുങ്ങളുമായിട്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ അവിടെ ഒറ്റപ്പെട്ട കുറച്ച് 2-3 പേവാർഡുകളേ ഉള്ളൂ. വളരെ ദയനീയമാണ്. ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്തി പറയില്ല, നല്ല ഡോക്ടർമാരവിടെ, ഡോക്ടർമാരിൽ അതിസമർത്ഥന്മാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മെറിറ്റിൽ കിട്ടുന്ന ഗവൺമെൻറ് ഡോക്ടർമാരാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മോശമല്ല, നല്ലവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ സേവനം ഭംഗിയായി നടത്തണമെങ്കിൽ അവരുടെ സാധനം വേണ്ടായോ. എല്ലാ സാധനവും പുറത്തു പോയി വാങ്ങിയ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുക. നമ്മൾ പത്രങ്ങളിൽ കൂടിയും ഇതിൽ കൂടിയും പരസ്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല, ഗവൺമെൻറ് എല്ലാം ചെയ്ത് പാവപ്പെട്ടവനോടൊപ്പമാണ്. ഇവിടെയാണ് പാവപ്പെട്ടവനോടൊപ്പം നിൽക്കേണ്ടത്. ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ വന്നിരിക്കുന്നത് തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ അവഗണനയാണ്. കാരണം പാവപ്പെട്ടവൻ്റെ കഞ്ഞി ഇന്നും കുമ്പില്ല എന്ന് പറഞ്ഞ പോലെ ഈ തിരുവല്ലയുടെ ഗ്രാമീണ പ്രദേശത്തുള്ള പാവങ്ങളെ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചില വികസനങ്ങളും ഒറ്റപ്പെട്ട 2-3 കെട്ടിടങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന 100 കണക്കിന് രോഗികൾക്ക് അവിടുത്തെ ബില്ലുകൾ താങ്ങാൻ പറ്റും. അതുപോലെ ഇൻഷുറൻസ്, നമ്മൾ ഏറ്റവും പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇൻഷുറൻസ് സംവിധാനങ്ങളാണ്. ഇന്ന് ഗവൺമെൻറ് പല ആരോഗ്യ ഇൻഷുറൻസ് പറയുന്നുണ്ട്. ആശുപത്രി ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ ക്യാഷ്ലെസ് കാർഡുണ്ടോ, ഇതാണ്. സർക്കാരിൻ്റെ എടുക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. സർക്കാർ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തി ഈ ഗവൺമെൻറ്. എന്നു ചോദിച്ചാൽ കോടിക്കണക്കിന് രൂപ ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് ഈ ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട്. അവർ വാർഡങ്ങ് ബൈഫർക്കേറ്റ് ചെയ്തു. ICUവിൽ 25 ബെഡ് ഉണ്ടെങ്കിൽ 5 ബെഡേ ഉള്ള ആരോഗ്യ ഇൻഷുറൻസുകാരന്. അവർക്ക് പൈസ വേണ്ടായോ. അവർ പണം മുടക്കി 3 ലക്ഷം 4 ലക്ഷം 2 ലക്ഷം രൂപ മുടക്കി ശമ്പളം നമുക്ക് ഡോക്ടർമാരെ നിർത്തിയിരിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് പൈസ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പണം വാങ്ങുന്നത്. ഈ പണം താഴോട്ട് ചെല്ലുന്നില്ല. ഒരു രോഗിയെ ചികിത്സ ചെയ്ത് 50,000 രൂപ ബില്ല് ആശുപത്രി ആരോഗ്യ ഇൻഷുറൻസിന് സംസ്ഥാന സർക്കാരിന്റെ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചാൽ ഒരു 30 ദിവസം കഴിഞ്ഞെങ്കിൽ അവന് പണം കൊടുക്കരുത്. അഡ്വാൻസ് ആയിട്ട് പിന്നെ പണം വാങ്ങിച്ച് വെച്ചിരിക്കുന്ന അവര്. അതിന് ആ പണങ്ങൾ കൊടുക്കുന്നില്ല. ഇപ്പൊ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ തമ്മിലുള്ള വലിയ കോമ്പറ്റീഷൻ നടക്കുക, എല്ലാം ക്യാഷ്ലെസ് ആയി. ഇപ്പം ഞാനൊരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഒരു സ്വകാര്യ ക്യാഷ്. എൻ്റെ ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു തുക വെച്ചിട്ടുണ്ട്, ഉദാഹരണം 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം. അതിനുള്ള ചികിത്സ എനിക്ക് ഫ്രീ ആണ്. പിന്നെ ക്രൈറ്റീരിയ ഒക്കെ അവർ തീരുമാനിച്ചോളൂ. ഈ കാർഡ് കൊടുക്കുമ്പോൾ തന്നെ എന്നെ അവർ അഡ്മിറ്റ് ചെയ്യുക. അന്നേരം വിദേശ രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്തുള്ള പ്രൊട്ടക്ഷനാണ്. അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളുടെ. അല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനും അവൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു സുരക്ഷിതത്വവും ഒരു സംരക്ഷണവും വേണം. അത് നമ്മുടെ നാട്ടിലും ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടില്ല. ജനങ്ങൾക്ക് മുഴുവൻ ഇൻഷുറൻസ് കൊടുക്കണം, അതിൻ്റെ പ്രീമിയം ആരടയ്ക്കുന്നുള്ള ചോദ്യം വരും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ നാട് എത്തുന്നത് വരെ നമ്മുടെ സർക്കാർ ചുമതലയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള ചികിത്സ കൊടുക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിന് തിരുവല്ലയുടെ പെർസ്പെക്റ്റീവിൽ സംസാരിച്ചാൽ തിരുവല്ലയിൽ മുതൽ മുടക്കാനും ഇതിനു വേണ്ടി സഹായിക്കാനുമുള്ള വിദേശ മലയാള സ്രോതസ് തിരുവല്ല ഉപയോഗിക്കണം. അതിനുവേണ്ടി ഒരു ശ്രമവും കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായിട്ട് തിരുവല്ലയിൽ നടന്നിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരുവല്ലയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് നടന്നിട്ടുള്ള കാലാകാലങ്ങളിൽ MLA മാർ, ഈ ജോൺ ജേക്കബിൻ്റെ കാലഘട്ടം ഒരു കാർഷിക മേഖല അടിസ്ഥാനത്തിൽ വലിയ കർഷകർക്ക് വേണ്ടി പോരാട്ടം നിലനിർത്തിയ ഒരാളാണ്. പിന്നീട് വന്ന PC തോമസ്, ഈ പറഞ്ഞ ഈ പബ്ലിക് സ്റ്റേഡിയം, തിരുവല്ല ഫയർ സ്റ്റേഷൻ, തിരുവല്ല DYSP ഓഫീസ്, തിരുവല്ല RD ഓഫീസ്, ഇതൊക്കെ PC തോമസ് കൊണ്ടതിന് ശേഷം ഇവിടെ പിന്നീട് കൊണ്ടുവന്ന മാമൻ മത്തായ, ഈ നാട്ടിൽ ജനകീയ MLA, തിരുവല്ല കാണുന്ന റവന്യൂ ടവർ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള 20 വർഷക്കാലം എന്ന് പറഞ്ഞത് ഈ നാട്ടിലൊന്നും നടന്നിട്ടില്ല. ഒരു പാസീവായിട്ട് പൊതുവിൽ നാട്ടിൽ നടന്നൊരു സംഭവം. പിന്നെ പറയും ഒരു KSRTC കോംപ്ലക്സ് തിരുവല്ല വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സ്ഥിതി? ഞാൻ ചോദിക്കും, നിങ്ങൾ തന്നെ പോയി നാളെ തിരുവല്ല KSRTC കോംപ്ലക്സിന് സ്ഥിതി എടുക്കുക. 10-40,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ളൊരു കെട്ടിടം ആകെ ഉപയോഗിക്കുന്ന എത്രയാണെന്ന് നോക്കണം. ഉപയോഗം എന്ന് പറയുന്നത് നമ്മളൊരു കോംപ്ലക്സ് പണിയുന്നത് എന്തിനാണ്? സർക്കാർ പല ഏജൻസികളിൽ നിന്നും പണം എടുത്തായിരിക്കും കെട്ടിടം പണിയുന്നത്. അത് വാടകയ്ക്ക് കൊടുത്തത് കിട്ടുന്നതുകൊണ്ട് വേണ്ട ഈടാക്കാൻ കോടിക്കണക്കിന് രൂപ പണിത വകയിൽ തന്നെ ഇന്ന് ലൈബിലിറ്റി ആയിട്ട് നിൽക്കുകയാണ്. 20 ബസ്സിലാണ്. ബസ്സുകളെല്ലാം മുന്നോട്ട് സാധാരണ രാവിലെ സ്റ്റാർട്ടാക്കുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റേഷനിലെ ബസ്സുകളെല്ലാം രാവിലെ പുറകോട്ടാണ്. നിങ്ങൾ ഇന്ന് പോയി നോക്കണം. ബസ് രാവിലെ എല്ലാ മതവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം രാവിലെ കുരിശ് വരച്ച് നമ്മൾ വണ്ടി എടുത്ത് അവരുടെ മുന്നോട്ട് എടുത്തിട്ട് പുറകോട്ട് എടുക്കുന്നത്. ഇവിടെ റിവേഴ്സ് എടുക്കാനൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കെട്ടിടം തല്ലിക്കൂട്ടുക ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ളതല്ലാതെ, എന്നാൽ അത് ഏറ്റവും
നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. എത്രയോ നാട്ടിൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എന്തിനാ ഇന്ത്യയിലെ തന്നെ മറ്റു പട്ടണങ്ങളിൽ ചെല്ല്, അവിടുത്തെ ബസ് ടെർമിനലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ വലിയ സൗഹൃദ കൂട്ടായ്മയുടെ സ്ഥലം. അവിടെ കോഫി ബാർ കാണും, അവിടെ തിയേറ്ററുകൾ കാണും. അങ്ങനെ ഒരു മൾട്ടിപർപ്പസിലാണ് ഇത് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. ഇപ്പോൾ അവിടെ മൾട്ടിപർപ്പസ് തിയേറ്ററിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട ആൾ പറയുമായിരുന്നു. തിയേറ്റർ പോയിട്ട് ഒരു നാടകശാല നടത്താൻ പറഞ്ഞ സംവിധാനം, അതിനൊരു ഇത്രയടി പൊക്കം വേണം, അതിന് വേണ്ട സൗകര്യങ്ങൾ വേണം. ഇതൊക്കെ കെട്ടിടം പണിയുമ്പോൾ തന്നെ രൂപപ്പെടുത്തേണ്ടത്, കെട്ടിടത്തിന്റെ രൂപകൽപ്പനയിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അതെല്ലാം ഇന്ന് മുനിസിപ്പൽ അപ്രൂവൽ പോലും പൂർണ്ണമായി ലഭിക്കാത്ത നിലയിൽ കിടക്കുകയാണ്. ഇനിയും നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കുട്ടിഘോഷിക്കപ്പെട്ടൊരു വികസനമാണത് ഞാൻ പറഞ്ഞു വന്നത്. തിരുവല്ല കഴിഞ്ഞ 19 വർഷമായി കുട്ടിഘോഷിക്കപ്പെട്ടൊരു വികസനമാണ് അതല്ല വേണ്ടത്. നമ്മുടെ ഏറ്റവും നഗരത്തിൻ്റെ കണ്ണായ സ്ഥലമാണ്, അതിനപ്പുറത്തൊരു സ്ഥലം നമുക്കില്ല. അത് എത്ര യൂട്ടിലിറ്റിയോടുകൂടി നമുക്കത് ഭംഗിയാക്കി ചെയ്യാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ തിരുവല്ല ഒരു ബൈപ്പാസ്, നാടിൻ്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇത്ര ജനനിബിഡമായ ഒരു ടൗൺഷിപ്പ് ഒഴിവാക്കിയിട്ട് ആ ബൈപ്പാസ് എന്ന രൂപകൽപ്പന ചെയ്യുന്നത് മാമന്നത്ത MLA ആയിരുന്നു 1996 കാലഘട്ടങ്ങളിൽ. അതിൻ്റെ പണി ആരംഭിച്ചത് പക്ഷേ ഈ പറഞ്ഞ 2021 കാലഘട്ടങ്ങളിലാണ്. ഈ പണി പൂർത്തീകരിച്ചല്ലെങ്കിൽ 2015-18 ശേഷമാണ് അതിന് പണി. അപ്പുറത്തേക്ക് ആ കാഴ്ചപ്പാടെല്ലാം മാറിയില്ലേ? 10-20 വർഷത്തിൻ്റെ അലൈൻമെൻറ്റും സ്ഥലമെടുപ്പും കഴിഞ്ഞ് 20 വർഷങ്ങൾ കഴിഞ്ഞ് നടക്കുന്നത്. ഒന്നില്ലത് അണ്ടർപാസ്സായിട്ട് പോകാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഫ്ലൈ ഓവറായിട്ട് പോകാമായിരുന്നു. ആ ബൈപ്പാസ് തുടങ്ങുന്നിടം തൊട്ട് 4 സിഗ്നലുകളാണ് വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ. അന്നേരം എന്തെങ്കിലും ഒരു വികസനം നടത്തിയെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതിനപ്പുറത്ത് അത് കാലത്തൊരു 25 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇന്ന് ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമ്മുടെ ട്രാഫിക് റോഡിൽ കൂടെ യാത്ര ചെയ്താൽ മതി. ഇച്ചിരി തിരക്കുണ്ടെന്നേ ഉള്ളൂ, അത്രയും സിഗ്നൽ ലൈറ്റുകളില്ല. തിരുവല്ലയുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് എടുക്കുമ്പോൾ മുമ്പ് പറഞ്ഞ വ്യവസായശാലകൾ ഒന്നും തന്നെയില്ല, ഉള്ളത് പൂട്ടി. ആരോഗ്യ പരിപാലനത്തിന് കേന്ദ്രമായ ഏക ഒരു താലൂക്ക് ആശുപത്രിയാണ്. പാവപ്പെട്ടവൻ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് പോകുന്നത് ഇന്ന് നമുക്കറിയാമല്ലോ, ആയുർവേദ ആശുപത്രികൾ, പണ്ടൊക്കെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറികൾ, അതൊക്കെ നാമമാത്രമായി പോയില്ലേ. ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു പക്ഷേ ആയുർവേദ ചികിത്സയായിരിക്കും ഒരു ഏറ്റവും അധികം പ്രായാധിക്യമുള്ള താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് തിരുവല്ല. അത് തന്നെ നമ്മൾ മുമ്പ് പറയേണ്ട ഒരു പോയിന്റ് നമ്മൾ കടന്നുപോയി. കുട്ടികൾ നാട്ടിലില്ലാത്തൊരു സ്ഥലമാണ്, മനസ്സിലായില്ലേ? ഒരു മൈഗ്രേഷന്റെ അതിഭയങ്കരമായ തീവ്രതയുള്ള സ്ഥലമാണ്. +2 കഴിഞ്ഞ പിള്ളേർ പോലും ഇന്ന് കാനഡയ്ക്കും UK-ക്കും വന്നിടുക. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലായി ഇപ്പൊ റിവേഴ്സ് മൈഗ്രേഷനായി. പോയവൻ തിരിച്ചു വരിക. കാനഡയിൽ പഠനത്തിന് പോയി 5 വർഷം കഴിഞ്ഞ് വീടും സ്ഥലവും കൊടുത്തൊരു പയ്യൻ അടുത്താഴ്ച തിരിച്ചു വരിക. കാരണം അവിടെ ജോലിയില്ല, ആ PR കിട്ടത്തില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലും കിട്ടുമായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മാസ്റ്റേഴ്സിന് പോയതാ. കാനഡയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് UK-ലും ഒക്കെ അതിഭയങ്കരമായ തൊഴിൽ നിയമങ്ങൾ നമ്മുടെ കുട്ടികൾക്കെതിരെ വരിക. 50 ലക്ഷവും 60 ലക്ഷവും 75 ലക്ഷവും ഒക്കെ ലോൺ എടുത്ത് പുറത്തു പോയിരിക്കുക. ഒരു നിവൃത്തിയില്ലാത്ത അപ്പനും അമ്മയും വിട്ടാൽ. ഞാനൊരു അഡ്വക്കേറ്റ് നോട്ടറിയും കൂടെ പല സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് എടുക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കും. ഒരു കുട്ടി +2 കഴിഞ്ഞ് പോവുക കാനഡയിൽ. ഞാൻ ചന്ത പറഞ്ഞു, അത് പുള്ളി പറഞ്ഞത് സിവിൽ ഏവിയേഷൻ രംഗത്ത് മോനെ എന്തോ ചോദിച്ചു വന്നപ്പോൾ അവന് എയർക്രാഫ്റ്റിന്റെ ക്രൂവിന്റെ കോഴ്സിന് പോവുക, എയർ ഹോസ്റ്റസിന് പകരമുള്ള എയർ ക്രൂ. ഞാൻ പറഞ്ഞു, ഒന്നാം അമേരിക്കയിലും കാനഡയിലും ഒന്നും ഫ്ലൈറ്റിൽ ഈ പറഞ്ഞ പോലെ എയർ ക്രൂ ഇല്ല, 1 അല്ല 2 പേർക്കുള്ളില്ല. നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ 10 പേര് വരും ഭക്ഷണം തരാനൊക്കെ. അമേരിക്കയിലും വിദേശ രാജ്യങ്ങളും 1 അല്ല 2 പേരുള്ളൂ. ഒന്നാ ഇതെല്ലാം പെയ്ഡാ. ഈ ഫുഡ് ഭക്ഷണം കൊടുത്താൽ അവിടെ തന്നെ കൗണ്ടറിൽ തന്നെ വാങ്ങിച്ച് കഴിക്കുന്ന സ്ഥിതിയാണ്. നീ ഈ എയർക്രാഫ്റ്റ് ക്രൂവിന്റെ കോഴ്സിന് ഈ അപ്പൻ്റെ 45 ലക്ഷം രൂപയും പണയപ്പെടുത്തി പോയാൽ എവിടെ ജോലി കിട്ടും? ഉടനെ അപ്പനവൻ പറയും, സാറൊന്നും ചോദിക്കേണ്ട, അവൻ ഭയങ്കര വഴക്കാം. കാര്യം പറഞ്ഞാൽ മോനൊന്ന് തീരുമാനിച്ചു, അവന് കാനഡയിൽ പോകണം. +2 കഴിഞ്ഞാൽ എന്തിനു പോകാൻ പറ്റും? അവനെ എന്തോ അടിച്ചു നോക്കിയപ്പോൾ നെറ്റ് കണ്ടു ഫ്ലൈറ്റ് ക്രൂ ആയിട്ടുള്ള കോഴ്സാണ്. ഞാൻ എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. ഇത് കഴിഞ്ഞ് എനിക്ക് എവിടെ ട്രെയിനിങ് കിട്ടുന്നത്? കാരണം അമേരിക്ക ഈ കാനഡയിലെ ഒരു ഫ്ലൈറ്റിലും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലും ഇന്റർനാഷണൽ ഫ്ലൈറ്റിലും 2 പേര് കൂടുതലില്ല, അല്ലെ 3 പേര് കൂടുതലില്ല. നിന്നെ ആരാ ട്രെയിൻ ചെയ്യുന്നത്? ഈ പയ്യൻ അവിടെ പോയി വെറുതെ പണം മുടക്കി 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോരേണ്ടി വരും. എങ്ങനെയും ഈ നാട്ടിൽ നിൽക്കാനൊക്കാത്തതുകൊണ്ട് വിദേശത്തേക്ക് പോകണം എന്നുള്ളതാണ്. ആ കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഈ 45 ലക്ഷം സ്ഥാനത്ത് ഒരു 15 ലക്ഷം രൂപ മുടക്കിയാൽ ആ പയ്യനോട് എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റും. അവൻ എന്തെങ്കിലും ഒരു തൊഴിൽ, ഗവൺമെന്റ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ തിരുവല്ലയിൽ തൊഴിൽ സാധ്യത ഒട്ടുമില്ലാത്തൊരു നാടായി മാറുന്നത് കൊണ്ടാണ് തിരുവല്ലയിലെ കുട്ടികൾ, മധ്യതിരുവിതാംകൂറിലെ കുട്ടികൾ മുഴുവൻ ഈ മൈഗ്രേഷന്റെ പുറകെ പോകുന്നത്. അതിന്റെ ഫലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള നാടായി തിരുവല്ല മാറുക. ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് സാർ. ഞാനത് ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് ചെയ്ത് പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ ലാസ്റ്റ് ഇവിടെ നമ്മുടെ ഒരു ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് തിരുവല്ലയിലെ ഏറ്റവും കൂടുതലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ തീപിടുത്തമോ വേറെ ദുരന്തങ്ങളൊന്നുമല്ല. പല വീടുകളിലും വയോജനങ്ങൾ ലോക്കായി പോകുന്നു, ഒറ്റയ്ക്ക് അവർ പെട്ടുപോകുന്നു, ഡോർ അടഞ്ഞു പോകുന്നു. പുറത്തു നിന്ന് അവര് ഈ പറയുന്ന ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിച്ച് ഓഫീസിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ വന്നിട്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരുപാട് എണ്ണത്തിൽ കൂടുതലാണെന്നാണ്, ഞാൻ കൃത്യമായ കണക്കുകളൊന്നും പറയാനില്ല, പക്ഷേ ഒരുപാട് എണ്ണത്തിൽ കൂടുതലാണെന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഭയങ്കര ഒരു അപകടമായ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അറിയാം, നമ്മൾ അമേരിക്കയിലൊക്കെ അവർക്ക് സീനിയർ സിറ്റിസൺ അസിസ്റ്റൻസ് ലിവിംഗ് ഉണ്ട്, ഹോം കെയർ ഉണ്ട്. വികസിത രാജ്യങ്ങളിലെല്ലാം സീനിയർ സിറ്റിസൺസിനെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ ചേർത്ത് പിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല.
പകൽ വീട് എന്ന് പറഞ്ഞ അടുത്തടി നമ്മുടെ ഒരു സുഹൃത്തിന് പ്രസ്ഥാനം തുടങ്ങി. അതിൽ അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുക, ഇത്തരം പകൽ വീടുകളും സ്ഥാപനങ്ങളും ഇവിടെ മുഴുവൻ ഉണ്ടാവട്ടെ എന്ന്. ഞാൻ എന്നെ അടുത്ത പ്രശ്നം, ഞാൻ ഒരു കാരണവശാലും ഉണ്ടാവില്ല. കാരണം ആരും ഇല്ലാത്തതുകൊണ്ടായ ഈ പ്രായം പിടിച്ച അപ്പച്ചനെയും പ്രായമുള്ള അമ്മയെല്ലാം കൂടെ നമ്മൾ പകൽ വീട്ടിൽ കൊണ്ട് രാവിലെ ആക്കി വൈകിട്ട് അവർ ആംബുലൻസ് കയറ്റി വിടുക. ഞാൻ പറയും ഇത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടെ നാട് വിട്ട് പോട്ടെന്നാണ്. നമ്മുടെ അപ്പനെയും അമ്മയും നമ്മൾ സംരക്ഷിക്കുന്ന ഒരു ഭാരതീയ സംസ്കാരവും ഒരു കേരളീയ സംസ്കാരവും നമുക്കുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നാളെ ആവാൻ പോവുക. ഇവ ആരും അപ്പനമ്മ എന്നായിട്ട് ആരും ജനിക്കുന്നില്ല. ഇന്നത്തെ യൗവനമാണ് നാളത്തെ മധ്യവയസ്കരും നാളത്തെ വൃദ്ധനുമായിട്ട് മാറുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെ നിർത്താൻ ശ്രമിക്കണം, അവർക്ക് അതിനുള്ള സംവിധാനം ഒരുക്കണം. അങ്ങനെ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു കെയർ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കണം, അത് തിരിച്ച് റിവേഴ്സായിട്ട് ലഭിക്കണം. ഈ പറഞ്ഞ പോലെ 10ഉം 12ഉം ക്ലാസ് കഴിഞ്ഞ് പിള്ളേർ കാനഡയ്ക്കും UK-ലേക്കും പോകുക, അവർക്ക് വീടുമായിട്ട് അറ്റാച്ച്മെൻറ്റും ഇല്ല. ഒരു വിവാഹം നടക്കാൻ അവർ നാട്ടിൽ വന്നെങ്കിലായി, അത് കഴിഞ്ഞ് തിരിച്ചു പോവുക. അപ്പൻ്റെ അമ്മയുടെയും മരണം പോലും ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. വേദനാജനകമായ കാലഘട്ടം. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകരാണ് ഈ നാട്ടിൽ മരണത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ നമ്മുടെ ചെന്ന് കഴിയുമ്പോൾ ഇത് മൊത്തം ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഏറ്റെടുത്ത് നടത്തുക. പണ്ടൊക്കെ നമ്മുടെ നാടിന്റെ കാഴ്ചപ്പാടാണ്, ഒരു മരണമുണ്ടായാൽ ഒരു വിവാഹം ഉണ്ടായാൽ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളും ആ നാട്ടിലുള്ളവർ നടത്തുന്ന സ്ഥാനത്ത് അത് ഇവന്റ് മാനേജ്മെന്റിനെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, അവരെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാനിപ്പോൾ ആശ്വസിക്കുന്നത്. ഇതൊന്നും അറിയാതെ തന്നെ മക്കൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ശരിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ വൃദ്ധജനങ്ങളെ, വാർദ്ധക്യമായവരെ സംരക്ഷിക്കേണ്ടതാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിന് ഫയർ സേഫ്റ്റി ഓഫീസർമാരെ സഹായിക്കുമല്ല വേണ്ടത്, അവരെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള സംവിധാനം വേണം. നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ നിർത്താൻ വേണ്ടിയുള്ള അവസാന ശ്രമവും ഗവൺമെന്റ് നടത്തണം. അതിനുവേണ്ട തൊഴിൽ മാത്രം പോരാ, ജീവിത സൗകര്യങ്ങൾ ഇതെല്ലാം വേണ്ടായോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഹൗസിംഗ്. തിരുവല്ല പോലുള്ള പട്ടണം ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പാർക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. തൊട്ട് 15 കിലോമീറ്റർ അപ്പുറത്തോളം ഇവിടെ വരുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് സുഹൃത്ത് പറഞ്ഞു, ഒന്ന് മക്കടെ പഠനം, 2 മുമ്പ് പറഞ്ഞ പോലെ മൊബിലിറ്റി, ഒരു സ്ഥലത്തോട്ട് പോകാൻ ടൗണിലാണെങ്കിൽ ട്രെയിനുണ്ട്, എന്തെങ്കിലും സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ മുഴുവൻ തിരുവല്ലയിൽ വന്ന് പാർക്കാൻ വരിക. അതിൻ്റെ വലിയ സാമൂഹ്യ പ്രശ്നം തിരുവല്ലയിലുണ്ട്. ഉദാഹരണം, ഞങ്ങളുടെയൊക്കെ മേഖലകളിൽ തിരുവല്ലയിൽ ഏറ്റവും പൊക്കമുള്ള സ്ഥലമാണ് ഞാൻ താമസിക്കുന്നത്. അവിടെയൊക്കെ ആഴ്ച 3 ദിവസമേ വെള്ളമുള്ളൂ. കാര്യം പറഞ്ഞാൽ 50,000 പേർക്ക് കഷ്ടിച്ചു കൊടുക്കാൻ സംവിധാനമുള്ള ഒരു ജലസ്രോതസ്സായിരുന്നു തിരുവല്ലയിലെ വാട്ടർ അതോറിറ്റി, തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി. അതിപ്പോൾ 2 ലക്ഷം പേർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 1.5 ലക്ഷം പേർക്ക് കൊടുക്കുക സമീപ പ്രദേശങ്ങളിൽ വരുമ്പം. അന്നേരം നമുക്ക് ജലം നടക്കുന്നില്ല. അതുപോലെ തന്നെ പവറിൻ്റെ വലിയ പ്രശ്നം. ഇപ്പം പിന്നെ ആളുകളുടെ പണമുള്ളവർ വരുന്നതുകൊണ്ട് അവർ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നു, ജനറേറ്റർ സ്ഥാപിക്കുന്നു, ആ സ്കേസിറ്റിയൊക്കെ അവർ അതിജീവിക്കുക. അന്നേരം പട്ടണത്തിലെ ജനങ്ങളുടെ ഒരു സാന്ദ്രത വർദ്ധിക്കുന്നത് മൂലം വലിയ വീർപ്പ് മുട്ടുക തിരുവല്ല പട്ടണം. അതിനൊക്കെ തിരുവല്ലയുടെ വികസനം സമീപത്തിലേക്ക് പോകണം. അതാണ് നമ്മുടെ അടുത്ത കാഴ്ചപ്പാട്. തിരുവല്ലയുടെ ഒരു 3 കിലോമീറ്ററിനകത്തുള്ള വികസനമായത് ഏറ്റവും വലിയ വികസനമായിട്ട് പറഞ്ഞത്. തിരുവല്ല കുറച്ചുകൂടെ വൈഡറായിട്ട് തിരുവല്ലയുടെ സ്ഥാപനങ്ങൾ വൈഡറായിട്ട് വരണം. നമ്മൾ മറ്റു രാജ്യങ്ങളൊക്കെ ചെന്നാൽ ഏതൊരു സ്ഥാപനം, ബിസിനസ് സ്ഥാപനങ്ങൾ പോലും ആളുകൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വരുന്ന സ്ഥലമാണ്. ഇത് ടൗണിൻ്റെ 2 ട്രാഫിക് സിഗ്നലിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ നടത്താൻ ഒക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴും നിൽക്കുക. അത് മാറണം. റോഡുകൾ വികസിക്കണം, നാട്ടിൽ നല്ല സ്ഥാപനങ്ങൾ വരണം, ആരോഗ്യം പരിപാലിക്കപ്പെടണം. അങ്ങനെ മാത്രമേ തിരുവല്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ ഈ കുട്ടികളുടെ റിസോഴ്സസ് അവർ പുറത്ത് കളയണ്ടായ എങ്ങനെ പോകുന്നത്? ഇന്ന് സ്പോർട്സാണ്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഞാൻ ഇപ്പോഴും പറഞ്ഞു, വർഷത്തിൽ 2 മാസം പോലും എടുക്കത്തില്ല. ചള്ള കയറി നമ്മുടെ ഈ മൺസൂൺ സീസൺ വന്നാൽ നാട്ടിലൊരു മെയ് മാസം പകുതിയാകും മഴ പെയ്യും. ആ മഴ ഈ നാട്ടിൽ കഴിയണമെങ്കിൽ ഡിസംബർ മാസം എടുക്കും. ഈ 6-7 മാസക്കാലം ആ സ്റ്റേഡിയത്തിൽ കാലുകുത്താൻ പറ്റത്തില്ല. ഈ സ്റ്റേഡിയത്തിൽ ഒരു അന്തർദേശീയ നിലവാരമുള്ള സ്റ്റേഡിയമാക്കി മാറ്റല്ലോ. ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും പാലായിലൊരു സ്റ്റേഡിയത്തിന് സംസ്ഥാന സർക്കാർ കോടികൾ കൊടുത്തു. എന്തുകൊണ്ട് തിരുവല്ലയ്ക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല? അവിടെ സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയമാണ്. ഇതുപോലെ തന്നെ ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സ്ഥലത്താണ്. ഈ സംസ്ഥാന സർക്കാരിന് 1 രൂപ മുടക്കില്ലല്ലോ. ഇവിടെ തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു അസറ്റാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം. ഞാൻ പറഞ്ഞ അത്രയല്ല, കൂടാതെ കളിസ്ഥലങ്ങൾ വേണം. തിരുവല്ല ടൗണിൽ മാത്രമാണോ? തിരുവല്ലയുടെ പഞ്ചായത്ത് പ്രദേശങ്ങൾ വേണ്ടായോ? കടപ്പുറ, നിരണം, നെടുമ്പറം, പെരിങ്ങര, അപ്പർ കുട്ടനാടിന്റെ പഞ്ചായത്ത് പ്രദേശം എത്രയോ പാവപ്പെട്ട പിള്ളേർ പഠിക്കുന്നു. അവർക്ക് വേണ്ടി അവിടെ കളിസ്ഥലങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്പോർട്സിനെ നമ്മൾ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കണം. ഇവരുടെ ഒരു ശാരീരിക അധ്വാനം അവർക്ക് ചെലവഴിക്കാനുള്ള വേദിയിൽ എടുക്കണം. ഒരു റിക്രിയേഷൻ സംവിധാനങ്ങൾ വേണം. വെളിയിലൊക്കെ കാണുന്നത് നമ്മുടെ ജിമ്മും ഹെൽത്ത് ക്ലബ്ബുകളും ഇപ്പം ഇവിടെ ഉണ്ട്. അതെല്ലാം വൈലി പെയ്ഡാണ്. സമൂഹത്തിലൊരു അപ്പർ ക്ലാസ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആന്റണി MP എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തോട് ചേർന്ന് ഇതുപോലെ തന്നെ പബ്ലിക്കിന് ഉപയോഗിക്കാനൊക്കെ റിക്രിയേഷൻ ഫെസിലിറ്റി സെന്റർ തുടങ്ങി. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കഴിഞ്ഞ 2 വർഷമായി ചുവപ്പ് നാടിൽ കിടക്കുക. തിരുവല്ല നഗരസഭ ഇപ്പം ഞങ്ങൾ ഭരിക്കുന്നു. ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാ, അവർ യൂണിയനും സംഭവം ബന്ധപ്പെട്ടതാ. ഈ നാട്ടിലൊരു സംഭവം കൊണ്ടുവന്നാൽ MP-ക്ക് പേരാകും, അല്ലെ ഇന്നാർക്ക് പേരാകും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായി ചുവപ്പ് നാടേ കിടക്കുകയാണ്. പബ്ലിക് സ്റ്റേഡിയത്തിൽ ചുറ്റുവട്ടം മുഴുവൻ കാട് കയറി കിടക്കുക. നമ്മൾ പറയും വന്യജീവികളോട് വരാത്ത ഭാഗം. ആ സ്ഥലം ഉപയോഗപ്രദമായി അവിടെ ഒരു ജോഗിംഗ് ട്രാക്ക്, ഒരു ജിംനേഷ്യം ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുൻകൈ എടുത്ത് ഞങ്ങളെല്ലാം പറഞ്ഞു വന്നതാണ്. ഈ കാര്യങ്ങളിലൊന്നും ഒരു മൂവ്മെൻറ്റ് നടപ്പിലാക്കേണ്ടതാരാ? കേരളത്തിൽ ഭരിക്കുന്നില്ല. 10 വർഷമായിട്ട് ഒരു സംവിധാനം കേരളം ഭരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ ആ രീതി മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ജനപ്രതിനിധികൾക്കും പറ്റണം. ജനപ്രതിനിധികളുടെ കാഴ്ചക്കാരായിട്ട് മാറുക. നിങ്ങളത് മനസ്സിലാക്കണം. ജനപ്രതിനിധികൾ ഇച്ഛാശക്തിയുള്ള ജനങ്ങളുടെ നേതാക്കന്മാരായിട്ട് മാറുകയും മാത്രമേ നാട്ടിൽ നടക്കുള്ളൂ. അങ്ങനെ ജനപ്രതിനിധികൾ എവിടെ ഇച്ഛാശക്തി ഉണ്ടോ അവിടെ കാര്യം നടന്നിട്ടുണ്ട്.
തീർച്ചയായും ആ ലെവലിലേക്ക് ഉയരാൻ നേതൃത്വത്തിന് കഴിയണം. അതെ. എങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർക്ക് ജാഗ്രത ഉണ്ടാകത്തുള്ളൂ. അപ്പം മാത്രമേ ജനം ഒപ്പം നിൽക്കത്തുള്ളൂ. കളിസ്ഥലങ്ങൾ സാറ് പറഞ്ഞ ഒരു ഭയങ്കര വലിയ കാര്യം. വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം പല കുട്ടികൾക്കും ഈ പറഞ്ഞ ടർഫുകളുണ്ട്, 2-3 ഉണ്ട്. സ്വകാര്യ സ്വകാര്യക്കാര് എനിക്കറിയാവുന്ന ടർഫ് തിരുവല്ലയിലുള്ളത് എൻ്റെ സുഹൃത്തിന്റെ മക്കളെയാണ്. ആ 2 ചെറുപ്പക്കാരെ പിള്ളേർ അവരുടെ ജീവനോപാധിക്ക് വേണ്ടി ടർഫ് തുടങ്ങി. ആ കുഞ്ഞുങ്ങളുമായിട്ട് 6 മണി തൊട്ട് വെളുപ്പിനെ 1 മണി വരെ അവിടെ കാവലിരിക്കുക. കളിക്കുന്നതിന് 1.5 മണിക്കൂർ 1 മണിക്കൂറല്ലേ, അത് നടത്തിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ട് അവർ പറഞ്ഞു. ചിലവന്മാരുടെ 1.5 മണിക്കൂർ ടൈം കൊടുത്താൽ പിന്നെ 1 മണിക്കൂർ കളിക്കും. പിന്നെ ഇവൻ ബൗൺസർ ഇറക്കും. മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ഫിറ്റ് ചെയ്ത വേഷമിട്ട ഗുണ്ടകളെ നിർത്തണം, അതിനെ കരുത്തിൽ പിരിച്ചുവിടാം. അവിടെ ഒരു സംസ്കാരത്തിന്റെ പ്രശ്നമുണ്ട്. ഇത്രയൊക്കെ സ്ഥാപനങ്ങൾ സ്വകാര്യം മുടക്കുന്ന ആളുകൾ അവർക്ക് വരുമാനത്തിന് വേണ്ടി വിടാം. അതിനോട് നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറണം. ആളുകൾ അതിനകത്ത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവണം. നമുക്കിപ്പോൾ ഈ കളിസ്ഥലം ഞാൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഉറ്റുനോക്കുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാണ് ഈ കളിസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും കളിസ്ഥലങ്ങളില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ പല ഒരുപാട് ഇപ്പോൾ പെരിങ്ങര പോലുള്ള സ്ഥലങ്ങളിൽ ഗ്രൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അഴിയടത്തറ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗ്രൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടർഫ്, കാരണം ഞാൻ അഴിയടത്തറക്കാരനാണ്, എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ കളിക്കാൻ പോകുന്നത് ഈ ടർഫുകളിലാണ്. ഈ കളിസ്ഥലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അല്ല, അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചീഫ് സെക്രട്ടറി SM വിജയാനന്ദുമായിട്ട് ഞങ്ങളൊരു കോൺക്ലേവ് നടത്തുന്നത്. ഇതിനൊക്കെ കേന്ദ്ര സ്പോർട്സ് അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിനും കറക്റ്റ് പ്രപ്പോസൽ കൊടുത്താൽ ഇതിനെ പണം അനുവദിക്കാൻ പറ്റും. നിങ്ങളുടെ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. നമ്മുടെ ഈ 3 ടയർ ഭരണ സംവിധാനത്തിൽ ഈ സാധനങ്ങളൊക്കെ ഒരു രാവിലെ അവരുടെ തനത് വരുമാനം കൊണ്ട് നമുക്ക് തരാൻ പറ്റത്തില്ല. നല്ല പദ്ധതി തയ്യാറാക്കി ഇതിനകത്ത് 2 ഉണ്ട്. സർക്കാരും ജനങ്ങളും, സർക്കാരും സ്വകാര്യ ഏജൻസികളും തമ്മിലുള്ള പങ്കാളിത്തത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മുടെ പ്രപ്പോസൽ മാച്ച് ഫണ്ട് ആയിരിക്കും. ഉദാഹരണം 10 കോടി അല്ലെങ്കിൽ 5 കോടിയുടെ ഒരു പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ അതിന് 50% തരാൻ തയ്യാറാണ്. സംസ്ഥാന സർക്കാരോ ഉപഭോക്താക്കളോ 50% തരാം. ഇപ്പോൾ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ പന്ത് കളിക്കുന്ന പിള്ളേരെ പണം മുടക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി ഒരു കമ്പനിയുടെ CSR ഉപയോഗിക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ അരിയെടുത്ത ഒരു കളിസ്ഥലം വേണം. അരിയെടുത്ത കളിസ്ഥലത്ത് നമുക്ക് സ്ഥലം പകുതി വിലയ്ക്ക് കിട്ടും. പിന്നെ നമുക്കൊരു 5 കോടി രൂപ മുടക്കിയാൽ ഒരു മിനിമം സ്റ്റേജ് സംവിധാനത്തോടുകൂടി മുടക്കാം. അല്ലെ 10 കോടി മുടക്കിയാൽ വരാം. ഈ 10 കോടി 5 കോടി രൂപ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി തന്നാൽ അതിൻ്റെ മാച്ച് ഫണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വിദേശ മലയാളികളടക്കം ഏതെങ്കിലും കമ്പനികളുടെ CSR അടക്കം കണ്ടെത്താൻ വേണ്ടിയുള്ള പദ്ധതി ഇതുമായി രൂപകൽപ്പന ചെയ്യണം. ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വലിയ ഉത്തരവാദിത്വമില്ലേ? അവർക്ക് ഇതിനുവേണ്ടിയൊക്കെ കുറച്ച് സമയം ചെലവഴിക്കണം. ഇപ്പൊ നമ്മുടെ കമ്മിറ്റികളൊക്കെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടിരുന്ന അജണ്ട ചർച്ച ചെയ്ത് പോവുക. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളുമായിട്ട് ഈയിടെ നടത്തിയ കോൺക്ലേവിൽ അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങളുടെ അജണ്ട ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? അജണ്ട പ്രിപ്പയർ ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയിലാണ്, മുനിസിപ്പൽ സെക്രട്ടറി PA ഒക്കെയാണ്. അവരുടെ കാര്യങ്ങൾ, അവരുടെ ആ മാസ ശമ്പളം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തെ 4 എണ്ണം. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പുതിയ ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്തു? ഒരു കാര്യം ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ ഏറ്റവും താഴേക്കിടയുള്ള ബോഡിയായ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അത് ഈ മേളിൽ വരുന്ന ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുടെ ഫോറങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ കളിസ്ഥലം അടക്കമുള്ള, ആരോഗ്യമടക്കമുള്ള, വിദ്യാഭ്യാസം അടക്കമുള്ള വിഷയങ്ങളിൽ അവർക്ക് പരിമിതിയുണ്ട്, അവർക്ക് ഫണ്ടില്ല, ഓൺ ഫണ്ട് അതുപോലെ ചെലവഴിക്കാനും ഒക്കത്തില്ല. നല്ല പ്രോജക്ട്സ് ഉണ്ടാവണം. ഇന്ന് ആ പ്രോജക്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരാൻ സന്നദ്ധ സംഘങ്ങൾ തന്നെ മുമ്പോട്ടുണ്ട്, ചെറുപ്പക്കാരുടെ ഏജൻസികളുണ്ട്. പണ്ടൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ വലിയ എക്സ്പെൻസാണ്. ഇത്ര ശതമാനം പ്രോജക്റ്റ് നമ്മൾ 1 കോടി രൂപ 10 കോടി പ്രോജക്റ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ 2% 1.5% ഒക്കെ എക്സ്പെൻസ് കാണിക്കുമായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ലാതെ സൗജന്യമായി ചേരുന്ന ഒട്ടനവധി ഏജൻസികളുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സബ് ഓർഗനൈസേഷൻസ് ഒട്ടനവധി സംഘടനകളുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാനൊക്കത്തില്ല. തിരുവല്ലയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു എഫേർട്ടും ആരും എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് കാണുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യുവജനം ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആശയം, ഇപ്പം എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തിൽ ഞങ്ങൾ ഒരുപാട് നടന്നതാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കളിസ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനത് വീണ്ടും എടുത്ത് പറയാൻ കാരണം ഇത് നമ്മുടെ നാട്ടിലൊരു പ്രധാന പ്രശ്നമാണ്. ഇങ്ങനെ ഒരു കളിസ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പകുതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരും ഒന്ന് ഒത്തുകൂടി ആ ഒരു കണക്ഷൻ, ആ ഒരു അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടുന്ന ഒരു റിലീഫും അത് കിട്ടുന്ന ഒരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഇന്ന് അതില്ല. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പൈസ മുടക്കി ടർഫിൽ പോയി കളിക്കുന്നതിന് ആ ഒരു സുഖമോ ആ ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ ഇത് കാണുന്ന ഒരു വിദ്യാർത്ഥി ആരെയാണ് ഇതിനു വേണ്ടി സമീപിക്കുന്നത്? അല്ലെങ്കിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ ആരെയാണ് ആദ്യം ഒരു പ്രൈമറി കോണ്ടാക്ട് എന്ന രീതിയിൽ ആരെ സമീപിച്ചാലില്ല? ആ നാട്ടിലെ ഏറ്റവും ബേസ് പ്രതിനിധി എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ, മുനിസിപ്പൽ ചെയർമാൻ, പിന്നെ നാട്ടിലെ MLA, പിന്നെ നാട്ടിലെ MP. അന്നേരം അങ്ങനെ ഇത് അവർക്ക് കാണേണ്ട എങ്ങനെയാണെന്നറിയോ? ഈ സൗഹൃദ കൂട്ടായ്മകൾ ആ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബലം. തീർച്ചയായും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മറ്റ് ചിന്തകളൊന്നുമില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. കാരണം നമ്മുടെ വീടുകളിലെ പിള്ളേരാണല്ലോ ഇതെല്ലാം. അവർ തമ്മിൽ തന്നെ ഉണ്ടായെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദം ഉണ്ടായിരുന്ന നാടല്ലേ നമ്മുടെ ഭാരതം, നമ്മുടെ കേരളം. അതൊക്കെ നഷ്ടപ്പെടുത്തി.
പറഞ്ഞ പോലെ ഈ പിള്ളേരുടെ കളിക്കൂട്ടായ്മകളായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ബലം. ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുമ്പോൾ തിരുവല്ലയിലെ സ്റ്റുഡൻസ് ഓൺലി ബസ്സുകൾ ചെങ്ങന്നൂർ വരുന്ന വണ്ടിയല്ല തിരുവല്ല ടൗൺ ഞങ്ങൾ കയറി പോകുന്നത്. എല്ലാവരും ഒന്നിച്ചോ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഒറ്റപ്പെട്ട അവന്റെ ബൈക്കിന്റെ യാത്ര ചെയ്യുന്നു. എല്ലാവരും ഞാൻ മാത്രം, എനിക്ക് ഞാൻ സ്വന്തം എന്ന പദം എന്ന് പറയുന്ന പോലെ അവനവനിലേക്ക് ഒതുങ്ങുകയല്ലേ. അതാണ് അതിന്റെ. ഒന്നാമത് പിള്ളേരില്ല, ഉള്ള പിള്ളേർ പോലും നാട്ടിൻപുറത്ത് അവർക്കുള്ള സൗകര്യങ്ങളില്ല. അതൊക്കെ ഈ നാടിന്റെ തിരുവല്ലയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി ഇന്ന് അവശേഷിക്കും. അവരവരുടെ വാർഡ് മെമ്പറിനെ പഞ്ചായത്ത് മെമ്പറിനെ പോയി അല്ല, അവർ വഴിയെ നമുക്ക് ഇതൊരു പ്രപ്പോസൽ മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അവർക്ക് വ്യക്തിപരമായി ഫസ്റ്റ് സ്റ്റെപ്പ്. അവർ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അവരുൾപ്പെടുന്ന ബോഡി, അത് പഞ്ചായത്ത് ബോഡി ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത്, അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഇതെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടോ, നമുക്ക് ഫണ്ടുണ്ടോ, സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ, സംസ്ഥാന സർക്കാരിന് ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ഈ വകുപ്പ് പറയുന്നതല്ലാതെ എത്രയോ കോടി രൂപയാണ് നമ്മുടെ നികുതി കേന്ദ്ര സർക്കാർ വാങ്ങിയെടുക്കുന്നത്. എന്ത് പദ്ധതിയാണ് ഞാൻ ചോദിക്കുന്നത്? എന്ത് പദ്ധതിയാണ് ഈ നാട്ടിൽ അവർ കൊടുക്കാനായത്? ഈ നാട്ടിൽ നിന്ന് ഞാനും നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അതിന്റെ 50% മേൽ നികുതിയല്ലേ? നമ്മൾ പെട്രോളിന്റെ വില പറയും പാകിസ്ഥാനിൽ ഇത്ര, ഇസ്രായേലിൽ ഇത്ര, ഇന്ത്യയിൽ എത്ര. ഇവിടെ നികുതിയല്ലേ? ഈ നികുതി വാങ്ങിക്കൊണ്ട് പോകുന്നവർ പൊതുവായി ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല. അത് ഞാനും തർക്കിക്കുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഗ്രാസ് റൂട്ടിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന, അല്ലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കാനും അതിനുള്ള ഫണ്ട് വിനിയോഗത്തിനുള്ള ഒരു വലിയ പവറും അതിനുള്ള ഫണ്ടും നമ്മുടെ താഴോട്ടുള്ള ഏജൻസിക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. തിരുവല്ലയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. കാരണം തിരുവല്ല ആക്കിയത് അവർ തന്നെയാണ്. പല പ്രദേശങ്ങളും ഇപ്പോഴും മുന്നോട്ട് പോകാൻ തന്നെ കാരണം ഈ പ്രവാസികളാണ്. ഈ പ്രവാസികളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടും ഈ ഗവൺമെന്റിന്റെ അപ്രോച്ച് ഒരു റൈറ്റ് അപ്രോച്ച് ആയിട്ടാണ് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, പ്രവാസികളുമായി ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. ഏറ്റവും അവസാനം കേട്ട SIR കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു പരിഷ്കാരമാണ്. വിദേശത്തുള്ളവരെ അവരുടെ വീടുകൾ അടഞ്ഞു കിടക്കുക, അവരുടെ വീട്ടിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ചെല്ലുക, BLO. അവർ ചിലപ്പോൾ വോട്ടിന് നാട്ടിൽ വരാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇവരുടെ പേപ്പർ ആരും ഒപ്പിടും. ഉടനെ പറഞ്ഞ് 6A വിദേശത്ത് താമസിക്കുന്നവർക്ക് കൊടുക്കാം ഓൺലൈനിൽ. ഇത് ഈ ഓൺലൈൻ മുഴുവൻ ജാം ആയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതോ ഒരു കാഴ്ചപ്പാട് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്നത്. അതിന്റെ ഫലം നാട്ടിൽ വോട്ട് ചെയ്ത് എൻ്റെ ഒരു അവകാശമാണെന്ന് വോട്ടെന്ന് വിശ്വസിക്കുന്ന പ്രവാസി മലയാളിക്ക് അവൻ്റെ വോട്ടോടെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണിത്. കൂടുതലൊന്നും അവൻ ഈ നാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവൻ്റെ അധ്വാനത്തിന്റെ പണം മുഴുവൻ നാട്ടിലേക്ക് അയക്കുകയാണ്. ഈ വിദേശ തുകയാണ് നമ്മുടെ ബാങ്കുകളിൽ കിടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെയും മധ്യ തിരുവിതാംകൂറിന്റെയും ഏറ്റവും വലിയ ആത്മബലം വിദേശത്ത് അധ്വാനിക്കുന്ന നമ്മുടെ ആളുകളാണ്. തീർച്ചയായും അവരെന്തും മുടക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വലിയ സ്വാധീനമുള്ളവരുണ്ട്. സാധാരണ പ്രവാസി ഡ്രൈവർമാരായിട്ട് പോയവരും നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരുണ്ട്. ആ പ്രവാസികൾക്ക് ഒരു പദ്ധതിയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പ്രവാസികൾക്ക് ഒരു ഭവന പദ്ധതി. പ്രവാസികളൊക്കെ ഇവിടെ 1 കോടി 1.25 കോടി മുടക്കി ഫ്ലാറ്റ് വാങ്ങാൻ എല്ലാവർക്കും പറ്റുമോ? ഈ പ്രവാസികളുടെ പണം വാങ്ങുന്ന ഈ സംസ്ഥാനവും ഈ രാജ്യവും എന്താണ് അവർക്ക് തിരിച്ചു നൽകുന്നത്? അവരുള്ള നാട്ടിൽ അവരുടെ മീറ്റിങ്ങുകളിൽ ചെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതല്ലാതെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ക്രിയാത്മകമായ പദ്ധതികൾ വേണം. അവരുടെ ആത്മവിശ്വാസം ഉണ്ടാക്കണം നാട്ടിൽ വന്നാൽ. അതുകൊണ്ട് പ്രശ്നം എന്തോ, പ്രവാസികളിലെ നല്ലൊരു ശതമാനത്തിൻ്റെ മക്കൾ ഈ പറഞ്ഞ പോലെ യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ സെറ്റിൽ ചെയ്യുകയാണ്. പ്രവാസികളിൽ സമ്പന്നന്മാരെ പോലും നിങ്ങൾ തന്നെ കണ്ടല്ലോ, അമേരിക്കയിൽ ഇത്ര കോടി രൂപ കൊടുത്താൽ ഗ്രീൻ കാർഡ് കൊടുക്കുക. പണ്ടൊക്കെ പോകണമെങ്കിൽ അപ്പൻ മോനെ കൊണ്ടുപോയി, മോൻ മകനെ കൊണ്ടുപോയി 15 വർഷം കഴിയും, 20 വർഷം കഴിയുമ്പോൾ അമേരിക്കൻ സിറ്റിസൺ ആകുക. ഇപ്പം അതൊന്നും വേണ്ട. ഇത്ര കോടി രൂപ മുടക്കിയാൽ 50 കോടി മുടക്കിയാൽ അമേരിക്കൻ സിറ്റിസൺ ആകുക നമ്മൾ. അതുപോലെ തന്നെ ഗൾഫിലും UAE അടക്കമുള്ള സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങുവാനുള്ള അവകാശം പോലും ഒരു അപ്പർ ക്ലാസ്സിന് കൊടുക്കുക. അന്നേരം പ്രവാസി മലയാളികളിലെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വിദേശ രാജ്യങ്ങൾ വാതായനങ്ങൾ തുറന്നിടുമ്പോൾ ഇവിടെ വാതായനങ്ങൾ അടക്കിയ മാത്രമല്ല അവനിവിടെ നിൽക്കാനൊക്കാത്ത പരുവാക്കി മാറ്റുക. അന്നേരം ഒരു NRI ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്ന് മീറ്റിങ്ങുകളിൽ NRI മീറ്റിങ്ങുകളിൽ പോയി പ്രസംഗിക്കുന്നതല്ലാതെ അവർക്കൊരു വോട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗത്തിൽ വോട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം പോലും അവർക്ക് വേണ്ടി സെപ്പറേറ്റ് പോർട്ടലോ, നമ്മൾ തന്നെ എത്രയോ വോട്ടില്ലാത്തവരുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങളൊക്കെ വില്ലേജ് ഓഫീസിൽ പോയി ഇപ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനകത്തൊക്കെ അവർക്ക് സമയം വളരെ വിലപ്പെട്ടതല്ലേ. ഒന്നൊരു ടൈമിംഗ് പ്രശ്നമുണ്ട്. അമേരിക്ക ഇവിടെ വൈകിട്ട് രാത്രിയാകുമ്പോഴേ അവിടെ നേരം വെളുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓഫീസുകളുണ്ടോ? ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് പ്രോസസ്സിങ്ങാണ്? അല്ലെ അവരുടെ എംബസി വഴി ഇതിനൊക്കെ തിരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ എംബസിയിൽ ഇപ്പോൾ തന്നെ OCI കാർഡ്, ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിലും അവൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അവൻ്റെ ഇവിടുത്തെ പ്രോപ്പർട്ടി വിൽക്കാനുള്ളത്. അതൊരു സംവിധാനമില്ലേ? ഇന്ത്യയിലെ പ്രവാസി വോട്ടർമാർ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്ത് അവർക്കെല്ലാം അവരുടെ എമിഗ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ എംബസികൾ വഴി ആ വോട്ട് നിലനിർത്താൻ വേണ്ടിയുള്ള സംവിധാനം അവിടെ ചെയ്യണം. അവർ തിരുവല്ല വില്ലേജ് ഓഫീസിലെ സൈറ്റിലേക്ക് കയറി അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അന്നേരം ഗവൺമെൻറ് കൊണ്ടുവരുന്ന അവർ നല്ല കാഴ്ചപ്പാടെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. പ്രവാസികൾക്ക് അവരുടെ വാർദ്ധക്യകാലം അവർ ചെലവഴിക്കേണ്ടത് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു സംവിധാനം. ലേബറിൻ്റെ വലിയ സ്കേസിറ്റി നമ്മുടെ നാട്ടിലില്ലേ. 600-700 രൂപ മുടക്കിയാലാണ് ഒരു വീട്ടിൽ സഹായത്തിന് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ അധ്വാനിക്കുന്നവരെ സംബന്ധിച്ച് 700 രൂപ ഒന്നുമല്ല. വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന സ്ത്രീകളാണല്ലോ കൂടുതലും വരുന്നത്. പക്ഷേ അതിന് പോലുമുള്ള
സംവിധാനം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഹോട്ടലുകളിൽ മുമ്പ് പറഞ്ഞ പോലെ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ വിളിച്ച് ഓർഡർ ചെയ്ത് എത്ര നാൾ അവരുടെ വാർദ്ധക്യകാലം കഴിയാൻ പറ്റും. അതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. UDF ചെയർമാൻ എന്ന നിലയിൽ സാറിൻ്റെ ഒരു വിഷൻ എന്താണ് തിരുവല്ലയെക്കുറിച്ചുള്ള? ഞങ്ങളിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനെതിരെ ഐക്യജനാധിപത്യ മുന്നണി അതിൻ്റെ വ്യക്തമായ അജണ്ടയുമായിട്ടാണ് ജനങ്ങളെ ഫേസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യം നടപ്പിലാക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പൊതു രാഷ്ട്രീയ ബോധ്യം. ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ പ്രകടന പത്രിക സ്റ്റേറ്റ് ഒട്ടുക്കുള്ള കോമൺ ഇഷ്യൂസിനെ സംബന്ധിച്ചുണ്ടാവും. തിരുവല്ലയെ സംബന്ധിച്ച് തിരുവല്ലയുടെ പെർസ്പെക്റ്റീവിൽ ഐക്യജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അവിടെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് ആര് തന്നെയാണെങ്കിലും ശരി, തിരുവല്ലയുടെ ഒരു സമഗ്ര വികസനം ഞങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആശയമായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, മുഖ്യധാര റോഡുകൾ, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നാട്ടിൽ. അതുപോലെ കുടിവെള്ളം. നമ്മൾ തിരുവല്ലയിലെ ടൗൺഷിപ്പിനെ മാത്രം നോക്കിയല്ല തിരുവല്ലയുടെ പൊതുപ്രശ്നത ചർച്ച ചെയ്യേണ്ടത്. തിരുവല്ലയുടെ എൻഡെന്ന് പറഞ്ഞ ആനിക്കാട് പഞ്ചായത്ത് തൊട്ട് ഇങ്ങനെ നെടുമ്പറത്തും നിരണം വരെയുള്ള സ്ഥലങ്ങളാണ്. ഈ 12 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ ഒരു സമഗ്ര വികസനം, കുടിവെള്ളവും റോഡുമാണ് സാധാരണക്കാരൻ്റെ ദൈനംദിനമായ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ മല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം ഒരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ജലസ്രോതസ്സുകൾ നഷ്ടപ്പെടും. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഇപ്പോഴും കമ്മീഷൻ ചെയ്യാൻ നിൽക്കുകയാണ്. PJ ജോസഫ് സാറ് കേരളത്തിൻ്റെ വാട്ടർ അതോറിറ്റി മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന ടാങ്കും പദ്ധതിയും കമ്മീഷൻ ചെയ്തില്ല. കാരണം പൈപ്പ് വരെ വലിച്ചിട്ടിരിക്കുക. എത്ര നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് മല്ലപ്പള്ളി, ആനിക്കാട്, കോട്ടാങ്കൽ പ്രദേശത്തിൻ്റെ ശുദ്ധജല പദ്ധതി. അതുപോലെ തന്നെ റോഡുകൾ. ഇതിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു പ്ലാനിങ് പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് സർക്കാർ മുതൽ മുടക്കിയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും തിരുവല്ലയിൽ എടുത്തു കാട്ടാനില്ല. ഇത്രയും നാൾ പിന്നിട്ടു. എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നു, മെഡിക്കൽ കോളേജുകൾ വന്നു. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനം തിരുവല്ലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു? സ്വകാര്യ മേഖലയിലുള്ള മുതൽ മുടക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് സർക്കാരിൻ്റെ ചുമതലയിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിരുവല്ലയിൽ ഉണ്ടാവണം. മൂന്നാമതായി വേണ്ടത് സ്പോർട്സാണ്. നമ്മുടെ കായിക രംഗത്തെ പരിശീലിപ്പിക്കാൻ വേണ്ടി തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഐക്യജനാധിപത്യ മുന്നണി വളരെ പ്രാധാന്യത്തോടുകൂടി തിരുവല്ലയിൽ കൊടുക്കുന്ന ഒരു കാര്യം, ഈ പബ്ലിക് സ്റ്റേഡിയത്തെ ലോക നിലവാരമുള്ള ഒരു സ്റ്റേഡിയമായി മാറ്റണം നമ്മുടെ സ്വപ്നം. പ്രാഥമികമായി നമുക്ക് ഒരു ദേശീയ സംസ്ഥാന മത്സരം നടക്കാനുള്ള വേദിയെങ്കിലും ആക്കി തിരുവല്ലയെ മാറ്റാൻ പറ്റും. അത് നമ്മുടെ യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ഉണ്ടാവാൻ പോകുന്ന വലിയ ഒരു മുന്നേറ്റം സ്പോർട്സ് രംഗത്ത്, അത് തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട അജണ്ടയിലുള്ളതാണ്. അതുപോലെ ആരോഗ്യ പരിപാലനത്തിന് തിരുവല്ല താലൂക്ക് ആശുപത്രിക്ക് ഉൾപ്പെടെ ഗ്രാമീണ ആശുപത്രികൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ പ്രവർത്തന സജ്ജമാക്കി സാധാരണക്കാരൻ്റെ ആവശ്യത്തിന് തിരുവല്ലയിൽ നിന്നും വണ്ടിയെടുത്ത് കോട്ടയത്ത് പോകുന്നതിന് പകരം തിരുവല്ലയിൽ തന്നെ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ അവൻ തിരുവല്ലയിൽ തന്നെ നടത്തത്തക്കവണ്ണമുള്ളൊരു ക്രമീകരണം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലിന് വേണ്ടി വലിയ തൊഴിലില്ലായ്മ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അഭ്യസ്ത വിദ്യരുടെ ഇടയില്ല. ആ അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി തിരുവല്ലയിലുള്ള സംവിധാനങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തിരുവല്ല പമ്പാ റിവർ ഫാക്ടറിയുടെ സ്ഥലം, പാമല എസ്റ്റേറ്റിൻ്റെ സ്ഥലം, തിരുവല്ലയിൽ അടച്ചുപൂട്ടപ്പെട്ട് കിടക്കുന്ന 2 വ്യവസായ സ്ഥാപനങ്ങൾ, ട്രാക്കോ കേബിൾ ഫാക്ടറി, പമ്പാ ഷുഗർ ഫാക്ടറി, ഇതൊക്കെ എങ്ങനെ പ്രവർത്തന സജ്ജമാക്കി ഈ നാടിനെ കർമ്മോന്മുഖമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് UDF വ്യക്തമായി ചർച്ച ചെയ്ത് പ്ലാനും പദ്ധതിയും തയ്യാറാക്കും. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് പ്രവാസികളാണ്. തീർച്ചയായും ആ പ്രവാസികളുടെ മുതൽ മുടക്ക് അവർക്ക് വിശ്വാസയോഗ്യമായി എങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് എന്തൊക്കെ ആരംഭിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും അവരുമായി ഒരു തുറന്ന ചർച്ചയും അവർക്ക് വിശ്വാസമുള്ള വേദികൾക്കും ഞങ്ങൾ രൂപം കൊടുക്കും. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതിനിടെ പറയുകയാണ്. തിരുവല്ലയുടെ വികസനം പറയുമ്പോൾ വികസനത്തിൽ പെടുത്താൻ പറ്റുന്ന കാര്യമാണെന്ന് അറിയത്തില്ല, ഒരുപാട് പ്രായമുള്ള ഭിക്ഷക്കാരെന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. പ്രായമുള്ള, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീപ ജംഗ്ഷനിൽ ഹോംലെസ് പീപ്പിൾ, ഹോംലെസ് പീപ്പിൾ എക്സാക്ട്ലി. ഈ ദീപ ജംഗ്ഷനിൽ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു പ്രായമുള്ളൊരു സ്ത്രീ ഇരിക്കുന്നതാണ്. ആരൊക്കെയോ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ രാത്രി 10 മണിക്ക് ശേഷം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ പല കടയുടെ കടത്തിണ്ണകളിലും ആൾക്കാർ വിരിപ്പ് വെച്ച് കിടന്നുറങ്ങുന്നതാണ്. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഇതിനൊരു സേഫായിട്ടൊരു സൊല്യൂഷൻ ഇല്ലേ? ഇവരെയൊക്കെ സേഫ് ആക്കിക്കൊണ്ടൊരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ലേ തിരുവല്ലയ്ക്ക്? തിരുവല്ലയിലെ സാമൂഹിക സേവന സംഘടനകളെല്ലാം ഈ കാര്യത്തിൽ വലിയ ജാഗ്രതയുള്ളവരാണ്. തിരുവല്ലയിൽ അഭയഭവൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആരോരുമില്ലാത്തവർക്ക് ഒരു അത്താണിയാണ് തിരുവല്ലയിലെ അഭയഭവൻ. പക്ഷെങ്കിൽ ഇതുപോലുള്ള വൃദ്ധരായ ആളുകൾ, ഒറ്റപ്പെട്ട് കിടക്കുന്നവർ, റോഡിൽ കിടക്കുന്നവർ, അവരെയൊക്കെയാണ് അവിടെ കൊണ്ട് പരിപാലിപ്പിക്കുന്നത്. കന്യാസ്ത്രീ അമ്മമാരുൾപ്പെടെ സമൂഹത്തിലെ സീനിയർ സിറ്റിസൺസ് ആണ് നടത്തുന്നത്. ഇവരെന്തുകൊണ്ട് അതിനകത്ത് പെടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കണം. എന്നാൽ ഇതിൻ്റെ മറുവശമുണ്ട്. തിരുവല്ലയിൽ ഇതുപോലെ വീടില്ലാത്ത കുടുംബങ്ങളായ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൻ്റെ വശത്തുമൊക്കെ കിടന്ന ഒട്ടനവധി ആളുകളുണ്ട്. YMCA, ഞാൻ പ്രസിഡന്റ് ആയിരുന്നു തിരുവല്ല YMCA, ഒട്ടനവധി പേരും
കഴിഞ്ഞ കാലഘട്ടത്തിൽ ചുമതല വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സംയുക്ത സംരംഭം എന്നുള്ള നിലയിൽ ഇവരെ ഇവിടെ നിന്ന് റീഹാബിലിറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമം നടത്തി. ഒരു 30-40 കുടുംബങ്ങളെ വൈസ്മെൻസ് ഇന്റർനാഷണൽ പ്രോജക്റ്റ് വന്നു ഇതുവരെ ഹോംലെസ് പീപ്പിൾ വേണ്ടി. അവരുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ തിരുവല്ലയ്ക്ക് അടുത്ത് ഇരുപേരൂർ പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തി ഒരു 30 കുടുംബങ്ങളെ അവിടെ മാറ്റി പാർപ്പിച്ചു. ഇതിൻ്റെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം ഈ ടൗൺഷിപ്പ് വിട്ട് പൂർണ്ണമായും അങ്ങോട്ട് മാറാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ ടൗണിനെ ചുറ്റിപ്പറ്റിയുള്ള ജോലികളാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. ഈ ഭിക്ഷക്കാരും യാചകരെ പോലെ തന്നെ മറ്റൊരു വശമാണ് സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയുള്ളവർ. അവർക്ക് ഏറ്റവും പരിമിതമായ സൗകര്യമുള്ളെങ്കിലും ടൗണിൽ തന്നെ കിടക്കത്തുള്ളത്. മാറ്റാൻ പോയ ഞങ്ങളുടെ ആ സാഹചര്യത്തിൽ 10-35 ഫാമിലികൾ കുറച്ച് വർഷങ്ങളവിടെ താമസിച്ചു. പിന്നീട് അവരിവിടെ വന്ന് കുടിൽ വെച്ച് താമസിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനെക്കുറിച്ച് അവർക്കൊരു സാമൂഹിക അവബോധം ഉണ്ടാകുന്നുള്ള പ്രധാനം. പിന്നെ കടത്തണ്ണയിൽ കിടക്കുന്നവരെ പരിപാലിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞ പോലെ ജനപ്രതിനിധികളടക്കമുള്ളവർ, ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവല്ലയിൽ പിന്നെ ഉച്ചഭക്ഷണമില്ലാതെ പട്ടിണി തിരുവല്ലാരും കിടക്കരുത് നമ്മുടെ എത്രയോ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. തിരുവല്ലയിൽ ഒരാൾ പോലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക കിടക്കരുത്. അഞ്ചപ്പം പോലുള്ള പ്രസ്ഥാനങ്ങൾ. പക്ഷെ അതൊന്നും അത്ര പേരുടെ ചെവിയിൽ എത്തുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം സെൻറ്റ് ജോൺസ് കത്തീഡ്രലിന് മുമ്പിൽ കൂടെ ചെന്നപ്പോൾ അവിടെ ഒരു അലമാരി ഇരിക്കുന്നത് കണ്ടു. 10 ഭക്ഷണപ്പൊതി അവിടെ ഉണ്ട്. വിശന്നാരും തിരുവല്ല വഴിയിലൂടെ നടക്കരുത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി സന്നദ്ധ സംഘടനകളുണ്ട്. അതുപോലെ ചികിത്സാ സഹായം, മേളം ചാരിറ്റി സെൻറ്റർ. ഈ നാട്ടിലെ ചികിത്സയ്ക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടിരുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേള പറഞ്ഞില്ല, എല്ലാ 2ാം ശനിയാഴ്ചയും നിങ്ങൾ ആ മേളം അതിൽ പോയി ആളുകൾ കൂടി നിൽക്കുന്നത് കാണാം. അവർ പുള്ളി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ബിസിനസ്സിൽ നിന്ന് ലഭിച്ച ലാഭത്തിൻ്റെ വിഹിതം കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇന്ന് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്ക് കൊടുക്കുക. അങ്ങനെ ഒട്ടനവധി സന്നദ്ധ സംഘടനകളും സാമൂഹിക സംഘടനകളും വ്യക്തികളും ഇങ്ങനെയുള്ളവരെ സമൂഹത്തോടൊപ്പം ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ഈ സംഭവങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ്. അതൊരു രാഷ്ട്രീയമോ അതിലൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ ആരുമില്ലാത്തവരായി മാറിക്കിടക്കുന്നതിനും സമൂഹത്തിൻ്റെ മുഖ്യധാരയെ കൊണ്ടുവരുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായും അത് നമ്മുടെ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. സാറിൻ്റെ ഒരു റോൾ മോഡലായിട്ട് സാർ ആരെയാണ് കാണുന്നത്? സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, രാഷ്ട്രീയമല്ല പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും സാറിൻ്റെ ഒരു റോൾ മോഡലായിട്ട് സാർ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമ്മളെ നയിക്കുന്ന നേതാവായിരിക്കുമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വാഭാവികം എൻ്റെ നേതാവ് PJ ജോസഫാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം പുള്ളി ഒരു കൃഷിക്കാരനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോളേജ് അധ്യാപകനോ സമൂഹത്തിൽ വലിയ പന്താതിലെടുക്കാം, വലിയ ഭൂമിയുള്ള മലയാളത്തിൽ ഒരു വലിയ ഭൂവുടമയുടെ മകന. പക്ഷേ കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ബേസ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 150 പശുക്കളെ കാണാം. അദ്ദേഹത്തിൻ്റെ മോൻ സ്വിറ്റ്സർലൻഡിലെ IT എഞ്ചിനീയർ ആയിരുന്നു. അവനോടൊരു 35-40 വയസ്സായപ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ പശുക്കളെയും ഇതുമൊക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വരുമാനമാണ്, ചെറിയ വരുമാനമൊന്നുമല്ല, ഭയങ്കരം. ഏറ്റവും മിൽക്കാണ് പുള്ളിയുടെ പശുക്കളിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ. നമ്മൾ കേട്ടിട്ടില്ല ഏറ്റവും മിൽക്ക് ഏറ്റവും കൂടിയത് ഗീറ, സഹിവാറ, കാർപ്പാക്കർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത് മേഖലയുള്ള വലിയ പശുക്കൾ. ഒരു പശുവിന് 4 ലക്ഷം രൂപ വിലയുള്ള പശുക്കൾ, സാധാരണ പശുക്കൾ. ഈ പാലൊക്കെ വലിയ ഡയറി കമ്പനികളാണ് എടുക്കുന്നത്. അന്നേരം അങ്ങനെ കൃഷിയിൽ കൂടി ജീവിക്കാമെന്ന് കാട്ടിത്തന്നത്. പിന്നെ ഒരു പക്ക ഗാന്ധിയൻ ആശയക്കാരനാണ്. ഞാനൊക്കെ ഈ ഗാന്ധിയൻ ആശയക്കാരെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഡോക്ടർ ശ്രീയക് തോമസ് സാർ എൻ്റെ ഒരു റോൾ മോഡലാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ ഡോക്ടർ ശ്രീയക് തോമസ്, രാഷ്ട്രീയ രംഗത്ത് ഞാൻ PJ ജോസഫിനെയാണ് കാണുന്നത്. കാരണം മഹാത്മജി പറഞ്ഞത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. എന്നിട്ട് അവരുടെ ജീവിതം ഒരു സന്ദേശമായിരിക്കണം. നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ ഏറ്റവും എളിമത്വത്തെക്കുറിച്ച് പറയുകയും ഏറ്റവും ലക്ഷറിയസ് ആയിട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഈ ജനങ്ങൾക്ക് ഇതിനോട് വിശ്വാസമില്ലാതെ വരുന്നത്. പക്ഷെ നമ്മളൊരാളെ റോൾ മോഡലാക്കുമ്പം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കണം. ഞാൻ അങ്ങനെ കണ്ട വ്യക്തിത്വങ്ങളിലാണ് ഇവരൊക്കെ. പിന്നെ ക്രിസോസ്റ്റം മാർത്തോമാ വില്യം, ഞാൻ പറഞ്ഞ സഭയിൽ വൈദികൻ്റെ മകനാണ്. അതുമായി ബന്ധപ്പെട്ട് വൈദിക കുടുംബമാണ് ഞങ്ങളത്. എന്നിട്ട് സഭ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസോസ്റ്റം വലിയ തിരുമേനി ജാതിക്കും മതത്തിനും അതീതമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തെ ആദ്യമായ ആത്മീയ അധ്യക്ഷനെ പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ച ഒരാളാണ്. അപ്പോൾ തിരുമേനി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ റോൾ മോഡലാണ്. അതായത് ആത്മീയ രംഗത്ത് നമ്മുടെ ഒരു നമ്മൾ വലിയ ബഹുമാനത്തോടെ ഇന്നും ആരാധിക്കുന്ന ആളുണ്ട്. രാഷ്ട്രീയ രംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന മേഖലയിലുള്ള ഏറ്റവും ഉന്നത വ്യക്തികളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ റോൾ മോഡലുകളാണ്. രാഷ്ട്രീയ രംഗത്ത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പാർട്ടിയുടെ എല്ലാമായ PJ ജോസഫ് സാർ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഒരു പൊതുവിൽ ഞാൻ പറയുന്ന ഒരു ഫിലോസഫി, നമ്മൾ ആളുകളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ഒരു മുഖംമൂടിയായ ഒരു വ്യക്തിക്ക് ഒരു ഭാര്യയുടെ മുമ്പിൽ പോലും അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയാം. മക്കളുടെ മുമ്പിൽ നമ്മുടെ ജീവിതം സുതാര്യമായിരിക്കണം. നമുക്ക് ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ പറയണം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കുടുംബത്തിലെ ഒരു ചടങ്ങ് നടക്കും. നമ്മളെപ്പോഴും ചെയ്യുന്നത് ആ ചടങ്ങ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ലാളിത്യമാണെന്ന് വരുത്താൻ ശ്രമിക്കണം. എന്നാൽ അത് ലാളിത്യമാവുകയും ചെയ്യരുത്. ഇതിൻ്റെ പേര് ബിഹൈൻഡ് ദ കർട്ടൻ
ഒരു അജണ്ടയില്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഏറ്റവും സിമ്പിളാണ്, അല്ലെ നമുക്ക് ഏറ്റവും എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം. ഈ അടുത്തിടെ എൻ്റെ മകൻ്റെ വിവാഹം നടന്നു. പലരും എന്നോട് പറഞ്ഞു നമുക്ക് ഇത്രയും പേരെ കാണത്തില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ പ്രസിഡന്റും ഒരു ഫ്രണ്ട് ഐക്യ ജനാധിപത്യങ്ങളുടെ ജില്ലാ ചെയർമാനും, എൻ്റെ ആ മലയത്തിൽ തന്നെ ഞങ്ങൾക്ക് 10,000 പേരുണ്ട് ഈ സംവിധാനത്തിൻ്റെ. ഇവരെ വിളിച്ച ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മകൻ ഒരു നല്ല പ്രൊഫഷണല്ല, നല്ല സാലറി ഉണ്ടായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അന്നേരം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഈ പണം മുടക്കിയതിന് കല്യാണം നടന്ന സമൂഹം നമ്മൾ പണമൊന്നും മുടക്കാതെ നമുക്കൊരു ഉച്ചഭക്ഷണമെങ്കിലും കല്യാണത്തിന് കൊടുക്കണ്ടായി. നേരെ മറിച്ച് നമ്മൾ ആളുകളെ വിളിച്ച് പണ്ടത്തേക്ക് ഒരു വലിയ ഫെയിമാണ്, ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, ഒരു ചായ കൊടുത്തു, എന്നിട്ട് അവരെ ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരെ മാറ്റി നിർത്തിക്കൊണ്ട് 10,000 പേർക്ക് ഹൈടെക് പാർട്ടി നടത്തും. ഞാൻ എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാട് പറയാം, നമ്മൾ എന്താണെന്ന ഉള്ള വിവരം സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക. നമ്മുടെ കുറവും നമ്മുടെ നന്മയും സമൂഹം ചർച്ച ചെയ്യട്ടെ. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് മുഖമൂടിയില്ലാത്ത സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു ജീവിതം സമൂഹത്തിൽ നയിക്കാൻ കഴിയണം. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന 1000 രൂപ ദൈവം എൻ്റെ അധ്വാനത്തിൽ നിന്നും എൻ്റെ പ്രൊഫഷൻ എനിക്ക് തന്നതാണെങ്കിൽ അത് പൂർണ്ണമായി എനിക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വക്കീൽ ഓഫീസിൽ രാവിലെ നിങ്ങൾ അന്വേഷിക്കണം, എനിക്ക് 100 രൂപ ഇന്ന് കിട്ടിയാൽ എൻ്റെ 10 രൂപ എനിക്കുള്ളതല്ല. ഞാൻ 10% മാറ്റണമെന്ന് പറയും. ചില ഘട്ടങ്ങളിൽ നമ്മൾ 50% വരെ കൊടുക്കേണ്ടി വരും. ഒരാളെ പോലും ഞാൻ വെറുതെ വിടാറില്ല. ഞാൻ വലിയ ആദർശക്കാരനാണെന്ന് പറയാനില്ല. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്ന വിഭവങ്ങളും നമ്മുടേതായി മാത്രമാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ഭാഗ്യം കൊണ്ടും ദൈവനിമിത്തം കൊണ്ടും നമ്മുടെ വന്നെത്തുക. ഇത് ഞാൻ പറയാൻ കാരണം ഒട്ടനവധി സാമ്പത്തികമായി ഉന്നതരുള്ള ആളുകൾ ഇത് ചെയ്യുന്നത് കണ്ട മനസ്സിലായി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്നെ പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഉള്ളതില്ലാത്തവന് കൊടുക്കുക. അതാണ് എനിക്ക് സമൂഹത്തോട് പറയുവാനുള്ളത്. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നവരെ പരമാവധി സ്നേഹിക്കുക. സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉള്ളതില്ലാത്തവർക്ക് കൊടുക്കുക. എല്ലാവരും ഒരേ സോഷ്യൽ ലെങ്തിൽ ജീവിക്കുന്നവരല്ല നമ്മുടെ നാട്ടിൽ. ഇല്ലായ്മക്കാരൻ വന്നാൽ അവനെയും ചേർത്ത് പിടിക്കാൻ പറ്റണം. അത് സത്യസന്ധമായിരിക്കണം. നമ്മളൊരു പലരും പറഞ്ഞ പോലെ ഒരു ആടിനെ കൊടുത്തിട്ട് അതിൻ്റെ പടം എടുത്ത് പത്രത്തിലിടുക, ആടും കയറുമായിട്ട് നിൽക്കുന്ന ആ ഒരു പറഞ്ഞ ചീപ്പ് പോപ്പുലാരിറ്റിയുടെ കാലം കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന ചാരിറ്റി ബൈബിളിൽ പറയുന്നത് ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയാതെ ചെയ്യുക. ഇതിനൊക്കെ ലോകത്ത് മൂല്യം കിട്ടത്തുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അതേ നമ്മൾ കൊയ്യത്തുള്ളൂ. നമ്മൾ പുറമേ ഒരു മുഖംമൂടി സൃഷ്ടിച്ചേച്ച് നമ്മൾ വലിയ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യങ്ങളില്ല. നമ്മൾ നന്മ വിതച്ചാൽ നന്മ കൊയ്യും. പിന്നെ എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഞാൻ അടിയുറച്ചൊരു ഈശ്വര വിശ്വാസിയാണ്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആകണമെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടേ പറ്റത്തുള്ളൂ. അത് ഏത് മതവിശ്വാസത്തിൻ്റെ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ഈ ദിവസം ആർക്കും ഞാൻ മൂലം ഒരു വിഷമം ഉണ്ടാവരുത്. ഒന്നാമത്തെ എൻ്റെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൈ കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഐശ്വര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആരംഭിക്കും, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രചോദനം അതിൽ നിന്ന് കിട്ടും. അതിന് ദൈവവിശ്വാസമാണ്, ദൈവമാണ് എല്ലാത്തിൻ്റെ മേളിൽ നിന്നുള്ളത് ഞാൻ സാക്ഷി പറയാം. നാളെ നമ്മൾ എന്തെങ്കിലും ആയാലും ആയില്ലെങ്കിലും ആകുകയാണെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു നിമിത്തമാണ്. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടം, എന്നോട് പലരോടും ചോദിക്കാറുണ്ട് സ്ഥാനാർത്ഥിയാകുമോ, മത്സരിക്കുമോ? ഞാനിങ്ങനെ കാണിക്കും, തമ്പുരാൻ തീരുമാനിക്കുകയാണ് നടക്കും. ചിലപ്പോൾ രാഷ്ട്രീയപരമായി ഒട്ടനവധി സംഘടനകളുണ്ട് സീറ്റിനെ സംബന്ധിച്ചിടത്ത്. ഞാൻ അവിടെയും പറയും ദൈവം വരച്ചിട്ടുണ്ടെങ്കിൽ വരും. കാരണം ദൈവം തന്നാലേ നമുക്ക് നിൽക്കത്തുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാം. ഒരിക്കലും പൂർണ്ണജാകാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റത്തില്ല. മനുഷ്യൻ ഇൻ ബോൺ തന്നെ മനുഷ്യൻ ബലഹീനനാണ്. അന്നേരം ആ ബലഹീനതയുടെ നടുവിലും നമ്മളൊരു മൂല്യമുള്ളവരായി അർത്ഥവത്തായി ഈശ്വരവിശ്വാസത്തോടെ ജീവിക്കുക. നമ്മളോട് ഒന്നിച്ച് നിൽക്കുന്നവരോട് ശരിയാണ്, അദ്ദേഹം ആത്മാർത്ഥതയുള്ളവരാണ്, അത് പറയിപ്പിക്കുക മാത്രമല്ല ആ ആത്മാർത്ഥത പ്രകടിപ്പിക്കണം. സത്യസന്ധതയും ആത്മാർത്ഥതയും ഈശ്വരവിശ്വാസവുമാണ് സമൂഹത്തിൽ ആവശ്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സാക്ഷ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കുകയും വേണം. എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് നന്മ പറയണം, എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് നന്മ പറയണം, എന്നാലേ സമൂഹം ചർച്ച ചെയ്യപ്പെടുള്ളൂ. അല്ല സമൂഹം എന്നെക്കുറിച്ച് നന്മ പറയാൻ വേണ്ടി ഞാൻ PR ഏജൻസിയെ വെച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും അത് ശരിയാവുമെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മുടെ യഥാർത്ഥ മുഖമൂടിയില്ലാത്തൊരു ജീവിതം, യേശുവിൽ ദൈവത്തിൽ ആശ്രയിച്ചൊരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. സാറിൻ്റെ തിരക്ക് ഞാൻ മനസ്സിലാക്കുന്നു. സാറിൻ്റെ ഈ തിരക്കിൽ സാർ ഇവിടെ വന്ന് ഞങ്ങളുമായിട്ട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ വിഷൻ പോലെ തിരുവല്ലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ കാര്യം, അതിപ്പം സാറ് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാലും സാറ് പറഞ്ഞ എല്ലാ കാര്യത്തിലും, അതിപ്പോൾ വയോജനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പ്രവാസികളുടെ കാര്യത്തിനാണെങ്കിലും കളിസ്ഥലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു തിയേറ്റർ, എഞ്ചിനീയറിംഗ് കോളേജ്, എല്ലാ മേഖലകളിലും എല്ലാത്തരം വികസനവും ഇവിടെ കൊണ്ടുവരാൻ സാറിന് സാധിക്കട്ടെ. അതിനുള്ളൊരു അവസരം സാറിന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ചാൽ നിങ്ങളോട് എനിക്കൊരു കടപ്പാട്. പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പക്കാർ കൂടി ഇങ്ങനൊരു വലിയ ജനങ്ങളിലേക്ക് നമ്മുടെ ആശയം നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അന്നേരം ജനങ്ങളുമായി സംവദിക്കാൻ നമുക്കൊരു വേദി ഒരുക്കുക. അതിന് നിങ്ങൾ കാണിച്ച നല്ല മനസ്സാണ്. നിങ്ങളോട് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ ഇന്ന് കടപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളുമായി സംവദിക്കാൻ ഒരു വലിയ മീഡിയ നിങ്ങൾ ഉണ്ടാക്കി തന്നു. തീർച്ചയായും നിങ്ങളുടെ പ്രസ്ഥാനവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നന്മയിൽ വരട്ടെ. നമുക്ക് ഒന്നിച്ച് സമൂഹത്തിന് വേണ്ടി മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.